من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحبه وأزواجه وذريته وأهل بيته وعلماء دينه وأولياء أمته عدد ما أحاط به علم الله. സയ്യിദുന ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ലോകപ്രസിദ്ധമായ കിതാബാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. മുതാഖിരീങ്ങളായ ബഹുമാനപ്പെട്ടവരുടെ കാലത്തിന് ശേഷമുള്ള മുഴുവൻ ഔലിയാക്കളും മുഴുവൻ ഉലമാക്കളും വാഴ്ത്തിപ്പറഞ്ഞ കിതാബാണ്. ആലി അഖി ഇഹ്യാ ഗസാലിൻ തനൽ ഫീഹി ശിഫാ മിൻ കുല്ലി ദാഇൻ അഹ്ളല അതിൽ അൽക്കീൽ ഗസാലിമാമിൻ്റെ ഇഹ്യ മുതാലയാണ്. എന്നാൽ ഈ ഡോക്ടർമാർ കൈയൊഴിച്ച മാറാവ്യാധികൾക്കൊക്കെ അത് ശമനമുണ്ട്. പക്ഷെ ഇവിടുന്ന് മരുന്ന് കുടിക്കുന്നല്ല, കൃഷിയായ മരുന്നല്ല, ഇത് അരിഷ്ടം ഗുളിക കഷായം അതല്ല, മാനവീയായ മരുന്നാണ്. പിന്നെ തലതിരിഞ്ഞ് ചില കൂട്ടർ അതിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കേൾക്കുന്നില്ല. അത് നബിതങ്ങളിൽ വിമർശിച്ചിട്ടുണ്ട്, അതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ കിതാബിനെ 4 ഭാഗമാക്കിയിട്ടുണ്ട്. ഒന്ന് ഇബാദത്ത്, അതിൽ ഈമാന്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, തിലാവത്തുൽ ഖുർആൻ, അദ്കാറുകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇബാദത്തിൻ്റെ ഇനം. രണ്ടാമത്തെ ഭാഗം ആദാത്ത്. ആദാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മതമുള്ള ആളും ഇല്ലാത്ത ആളും പൊതുവേ ചെയ്യുന്ന കാര്യമായിരിക്കും. ഇബാദത്തിൽ മതമുള്ളവനിക്കായാലും ശരിയാവുള്ളൂ, മറ്റുള്ളവർക്ക് ചെയ്താൽ അത് ആവൂലല്ല. അപ്പോൾ ആദാത്താകുന്ന അവസരത്തിൽ തിന്നൽ, കുടിക്കൽ, കച്ചവടം ചെയ്യൽ, മലമൂത്ര വിസർജനം അങ്ങനെ പോകുന്നു. അത് ആദാത്ത് ഇബാദത്താക്കി മറിക്കുന്നതങ്ങനെ. അതിന് ശരയ്യായ മാനദണ്ഡം പാലിച്ചു കൊണ്ടിട്ട് ഇബാദത്താക്കി മറിക്കുന്ന രൂപമാണ് ഇതിൽ പറയല് ആദാത്ത്. പിന്നെ അപ്പോൾ ഇതൊക്കെ ലാഹിറാത്ത്, ബാഹ്യമായ പ്രവർത്തനങ്ങൾ. അതേ അവസരത്തിൽ ബാത്തിനിയായി മറഞ്ഞു കിടക്കുന്ന, ദുഷിപ്പിച്ച് കളയുന്ന, മനുഷ്യനെ മൃഗങ്ങളെ പദവിനേക്കാൾ താഴ്ത്തിക്കളയുന്ന ദുസ്വഭാവങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാനം? അത് കാര്യമായത് ഉണ്ടും. അതും അതിൻ്റെ വ്യാഖ്യാനങ്ങളുമാണ് എന്തിൽ പറയൽ മൂന്നാമത്തെ മുഹ്ലിക്കാത്ത് എന്ന് പറഞ്ഞ പട്ടിക. ഇനി അള്ളാഹുവിനെ കൊണ്ട് മർത്തബ കൊണ്ടും ദർജാത്ത് കൊണ്ടും അടുപ്പിക്കുന്ന അഹ്വാലുണ്ടാവും. ഉദാഹരണത്തിന് സുഹദ്, തവക്കുല്, സബർ, മഹബത്ത്, ഇഖ്ലാസ് ഇങ്ങനെ തുടങ്ങി. അതിനാണ് മുൻജിയാത്ത് എന്ന് പറയും. അപ്പം എത്രയായി? ഇബാദാത്ത്, ആദാത്ത്, മുഹ്ലിക്കാത്ത്, മുൻജിയാത്ത്. ആ രൂപത്തിൽ സമഗ്രമായൊരു പഠനമാണ് ബഹുമാനപ്പെട്ടവരുണ്ടാക്കിയത്. ബഹുമാനപ്പെട്ടവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാം കൊണ്ടും ബാഹിലും ബാത്തിലും നാഫിയായ ഒരു ഇൽമായി നമ്മുടെ ശായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചെടുക്കാം. അപ്പം അജായിബുൽ ഖൽബാണ് മൂപ്പർ ആദ്യം തുടങ്ങുന്നു. കിതാബു ശറഹി അജായിബുൽ ഖൽബ്. കൽബിൻ്റെ അകത്ത് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നു. മനുഷ്യനിർമ്മിതമായ മൊബൈലിൻ്റെ ഉള്ളിൽ എന്തെല്ലാം പദ്ധതികളുണ്ട്. നമുക്ക് ഇന്നത് എന്നെക്കാണ് നിങ്ങൾ അറിയുന്നത് കൊണ്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതേമാതിരി അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു വെച്ച ഒരു അജീബായ ഒരു അംഗമാണ് ഇത് കൽബ്. ആ കൽബിൻ്റെ ഉള്ളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്ന ഓരോ സംഖ്യയിലും നമ്മൾ അറിഞ്ഞിട്ടോ അറിയാതെയോ നടക്കുന്നുണ്ട്. അത് അജായിബുൽ കൽബാണ് മൂപ്പർ പറയുന്നത്. അജായിബുൽ കൽബ് ഇത്ര അധികം തുറന്ന് സംസാരിച്ചവർ ഇല്ല എന്ന് തന്നെ പറയാം. അതിനുണ്ടെങ്കിലോ ഇതിൽ നിന്ന് പോക്കറ്റ് അടിച്ച് നോക്കാം. അപ്പോൾ ഓരോന്നിനും 10 കിതാബാണ്. ടോട്ടൽ എത്ര ചെയ്യുക? 40. ഓരോ റുബയിലും 10. അപ്പം 4 കൂടിയ 40 കിതാബ്. വഹുവൽ കിതാബുൽ അവ്വലു മിൻ റുബഇൽ മുഹ്ലിക്കാത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ല. അനി അള്ളാഹുവിൻ്റെ സനാഗാണ് ഇപ്പോൾ ആദ്യം പറയുന്നത്. അൽഹംദുലില്ലാഹില്ലദീ തതഹയ്യറു ദൂന ഇദ്റാകി ജലാലിഹിൽ ഖുലൂബു വൽ ഖവാതിറു.
തത്തഹയ്യറൂന ഫായിലാന്നേത് കുലൂബ് ഖവാത്തിർ. ഒന്നും ആലിമീങ്ങളാ ഞാൻ കുറച്ചാക്കുന്നതല്ല, പക്ഷെ തിരിയണല്ലോ. അള്ളാഹുൻ്റെ ഇതാണ്, അവൻ്റെ ജലാല് കണ്ടെത്തുന്ന വിഷയത്തിൽ ആകെ ബേജാറായിട്ടുണ്ട്. എന്തെല്ലാം കുലൂബും ഖവാത്തിർ. കുലൂബും ഖവാത്തിറും ഏകദേശം ഒന്ന് തന്നെയാണെങ്കിലും കുലൂബ് മഹല്ലാണ്, ഖവാത്തിറിൻ്റെ ഹാലിലാണ്. കൽബിനാണല്ലോ ഖവാത്തിർ ഇറങ്ങല്. അപ്പോൾ ഹാലും മഹല്ലും പറഞ്ഞു. വതദ്ഹശു ദഹിശ യദ്ഹശു വതദ്ഹശു ഫീ മബാദിഇ ഇശ്റാഖി അൻവാരിഹി. അള്ളാഹുവിൻ്റെ അൻവാറിൻ്റെ ആ പ്രകാശിക്കലുണ്ടല്ലോ കൽബിൽ, അതിൻ്റെ തുടക്കത്തിൽ തന്നെ എന്താകുന്നറിയോ, അല്ലഹദാഖ് വന്നവാതിർ, കണ്ണുകളെല്ലാം ആകപ്പാട ബേജാറിലായിട്ടുണ്ടാവും. ഏത് കണ്ണ്? ഉള്ളിലെ കണ്ണ്. അപ്പോൾ അല്പം പ്രകാശം ഒലിക്കുമ്പോൾ തന്നെ മനുഷ്യന് താങ്ങാൻ കഴിയാത്ത അളവായിരിക്കും വരിക. പക്ഷേ നമുക്കൊന്ന് ബേജാറൊന്നും ഇല്ലാത്ത തീരെ ഉദിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. നമ്മളെ ബസീറത്ത് കൂട്ടിക്കിടക്കുകയാണ്. ബസീറത്തിൽ എന്തെല്ലാം ഉണ്ടായാൽ 5 ഘട്ടങ്ങളുണ്ടാകും. ഒന്ന് പൊട്ടിയ അവസ്ഥ, ഉള്ളിലൊരു കണ്ണുണ്ട്, അത് പൊട്ടിയ അവസ്ഥ, ഇൻതിമാസ്. ആ പൊട്ടിയ അവസ്ഥക്ക് ചികിത്സയില്ല, അത് മാറൂലാണ്. സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുമിനൂൻ. പൊട്ടിപ്പോയി. ഇനി പൊട്ടാതെ കണ്ട് അവിടെ കിടക്കുന്നുണ്ട്, അപ്പോൾ തന്നെ എന്താകും? തുറക്കപ്പെട്ടതുണ്ടാകാം. മറ്റൊന്ന് അടക്കപ്പെട്ടതുണ്ടാകും. അപ്പോൾ പൊട്ടിയത്, അടക്കപ്പെട്ടത്, തുറക്കപ്പെട്ടത്. അതിൻ്റെ ഫസ്റ്റ് ചെയ്ത് നമ്മൾ ഫാനാണല്ലോ റെഗുലേറ്ററിങ്ങിന് 1-ാം നമ്പർ, 2-ാം നമ്പർ, 3-ാം നമ്പർ. 1-ാം നമ്പറിൽ എന്ത് പറയും? അതിൻ്റെ പ്രാരംഭം. അതാണ് ഇത് ഹിക്മിൽ പറഞ്ഞത്. എന്താ തുടക്കത്തിൽ പറഞ്ഞ സുആഉൽ ബസീറത്തി യുശ്ഹിദുക ഖുർബഹു മിൻക എന്നാണ്. 1-ാമത്തെ സ്റ്റേജിന് എന്ത് പറയും? സുആ. 2-ാമത്തെ ഐനുൽ ബസീറത്ത്, അതിൻ്റെ അപ്പുറം ഹക്കുൽ ബസീറത്ത്. സുആഉൽ ബസീറത്ത് എന്താണ്? യുശ്ഹിദുക ഖുർബഹു മിൻക. അപ്പം ബസീറത്ത് തുറന്ന് 1-ാമത്തെ സ്റ്റേജിൽ തന്നെ ഉണ്ടാകുന്ന ഇതാ ശുആഅല്ലേ. ആ ശുആ എന്താക്കി തീർക്കും? അള്ളാഹു നിൻ്റെ ഖരീബാണ് എന്ന് ബോധ്യപ്പെടുത്തി തരുമെന്നാണ്. അള്ളാഹുവിൻ്റെ വസ്ഫെന്താണ്? ഫൈനി ഖരീബുൻ, ഖരീബാണെന്ന്. ആ ഖുർബിൻ്റെ വസ്ഫ് ബോധ്യപ്പെടും. ഖുർബിൻ്റെ വസ്ഫ് ബോധ്യപ്പെടുമ്പോൾ എന്ത് ചെറിയ രഹസ്യമായ നിസ്സാരമായ ആർക്കും അറിയാത്ത ഉറുമ്പിൻ്റെ കണ്ടുപോലോത്ത മിസ്കാല ദർറത്ത് അമൽ ചെയ്താലും ഒരു റജാ വർദ്ധിക്കും. ഇത് എൻ്റെ റബ്ബ് കണ്ടിട്ടുണ്ട്, റബ്ബ് അറിഞ്ഞിട്ടുണ്ട്, അവനെ ഇവിടെ തന്നെ ഉണ്ട്. ചെറിയ ഒരു ദോഷങ്ങൾ സംഭവിക്കുമ്പോൾ തന്നെ അള്ളാഹ് കണ്ടിട്ടുണ്ട്, അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ആർക്കും ഒപ്പിച്ച് നോക്കാൻ കഴിയില്ല. കുറുബ് ബോധ്യപ്പെട്ടല്ലോ, അടുത്ത് തന്നെ ഉണ്ട്. ഇതുപോലെ തന്നെ ഇവൻ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്ന അവസരത്തിൽ എന്തിനാ അപ്പം അടുത്തുള്ള ഇതൊക്കെ പരിഹാരം കാണിച്ചു തരാൻ പറ്റുന്ന റബ്ബൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകുമ്പോൾ പിന്നെന്തിനാന്ന് ഇത്ര ബേജാറ്? നമ്മുടെ സംഘത്തിൽ തന്നെ ഉണ്ട് വലിയ ഒരു ഡോക്ടറെന്ന് വിചാരിക്കാം, ഒരു ഹജ്ജിൻ്റെ സംഘത്തിൽ. എന്തിനാപ്പം അത് പെരിയും തലവേദനയും വന്നാൽ ഇത്ര ബേജാറാകുന്ന? ഡോക്ടറും മരുന്നും കിറ്റും കെട്ടും എല്ലാം ഇവിടെ ഉണ്ടാകുമ്പോൾ അസുഖത്തിന് സമീപിക്കണ്ടല്ല. അപ്പോൾ മനുഷ്യൻ്റെ ഹൈറ് ചെയ്യുന്ന അവസരത്തിലാവട്ടെ, ഷർറ് ചെയ്യുന്ന അവസരത്തിലാവട്ടെ, അതുപോലെ ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിൽ നിന്ന് എല്ലാ തബക്കുലാത്തും റജാവും ഹൗഫും എല്ലാം ഉണ്ടാക്കുന്ന സാധനമായി അത് എല്ലാം ഖുർബ് ബോധ്യപ്പെടല്. വൈന്നീ ഖരീബുൻ വൈദാ സാലക ഇബാദി അന്നി വൈന്നീ ഖരീബുൻ. ഞാൻ ഖരീബാണെന്ന് പറഞ്ഞു കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്? ആ ഖുർബ് ബോധ്യപ്പെടുക. അപ്പോൾ ഇവനിക്കെന്താണ്? വളരെ അച്ചടക്കത്തിലും വളരെ അദബിലും വലിയ ഹൗഫിലും വലിയ റജായിലുമായിരിക്കും കഴിഞ്ഞുകൂടുക. അത് ശുആഇൻ്റെ അവസ്ഥ. അപ്പോൾ അത്ര പോയിന്റും നമ്മൾ ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ ശുആ തുറന്നിട്ടില്ല എന്ന്, അതായത് ഫാൻ ഓണാക്കിയിട്ടേ ഇല്ല എന്ന്. പക്ഷെ വർക്ക് ചെയ്യും. ഇതിവിടെ ഓഫാക്കിയാലും കറണ്ടും സെറ്റും തിരിയാനുള്ള പോസിറ്റീവ് നെഗറ്റീവും കറണ്ടെല്ലാം എത്തുന്നുണ്ടല്ല, പൊട്ടിയിട്ടില്ല. പൊട്ടിയാൽ കൊണ്ടുപോയിട്ട് പിന്നെ അണ്ണാച്ചികൾ വരുമ്പോൾ എന്താന്ന് ഒരു വിളിച്ചു പറയലുണ്ട്. എന്താന്ന് പറയുന്നത്? ആ സാധനം വെക്കുന്നതിന് ആക്രിയുണ്ടോ എന്ന് ആ കുറച്ച് പൊട്ടിയ ഫാനുണ്ടെന്ന് കൊടുത്തേക്കാൻ. ശുആഉൽ ബസീറത്ത്. ഇനിയോ ഐനുൽ ബസീറത്താകുന്ന അവസരത്തിൽ യുശ്ഹിദുക അദ്മക ലിവുജൂദിഹി. അള്ളാഹുവിൻ്റെ വുജൂദിൽ അങ്ങ് ലയിച്ചിട്ട് നിൻ്റെ അദബിനുണ്ടാക്കും. ഞാൻ തന്നെ ഇല്ല, പറ്റ ഫനായിൻ്റെ അവസ്ഥയായിരിക്കും ഉണ്ടാകുക.
ഇവനിക്ക് ഇവനെപ്പറ്റി തന്നെ തിന്നൽ ഓർമ്മയില്ല, കുടിക്കൽ ഓർമ്മയില്ല, കുടുംബം ഓർമ്മയില്ല, ഒന്നുമില്ലാത്ത കംപ്ലീറ്റ് ഫനായിൽ. അത് ചിലപ്പോൾ ജലാലിയ രൂപത്തിലാണ് ഷുഹൂദ് ഉണ്ടാകുന്നതെങ്കിൽ എന്താക്കും ആകപ്പാടെ ബേജാറും കുഴപ്പം തന്നെയും. ജമാലിലാണെങ്കിൽ ശരിക്കലും കളിക്കലും കൈമുട്ടലും പാട്ടുപോയി. അപ്പോൾ ഒന്നാമത്തെ എടുത്താത്താണ് രണ്ടാമത്തെ എത്തൂലല്ലോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് എന്താക്കും ഹക്കുൽ ബസീറത്ത എന്ന അവസരത്തിൽ ഈ അവസ്ഥ മാറി തെളിഞ്ഞ് തെളിഞ്ഞിട്ട് ഇവനിക്ക് ഇവനെപ്പറ്റി ബോധ്യമുണ്ട് ഞാനൊരു അബുദാണ്. എൻ്റെ കയ്യിലുള്ള ഹറക്കാത്തും സക്കനാത്തും ഓരോ ദർറാത്തുകളും എന്തായിരിക്കും അള്ളാഹ് നമുക്ക് ഇങ്ങനെ കിട്ടിയതാണ്. അത് അല്പസമയം മുടങ്ങിയാൽ നെറ്റൊന്നുമില്ല. അപ്പോൾ എല്ലാ തദ്ബീറുകളും എല്ലാ അത്താവും എല്ലാ മൻഫും മുഴുവൻ അള്ളാഹിൻ്റെ കൈമിൽ വന്നിട്ട് ഓരോന്നും അതിൻ്റേതായ ഹക്ക് കൊടുക്കും. യുത്തിക്കുല്ലതീ ഹക്കിൻ ഹക്കാവും. അപ്പോൾ അതാണ് ബക്കായിൻ്റെ ആല് എന്ന് പറയും. അപ്പോൾ വരാൻ വേണ്ടിയിട്ട് തെളിഞ്ഞ് അതാണ് ബക്കാവ്. ബക്കാവ് എന്ന് പറഞ്ഞാൽ ഫനാകുന്നതിന് നശിക്കൽ എന്ന അർത്ഥത്തിനല്ല. അത് സൂഫിയാക്കളെ 1000ഓളം ഇസ്ലാഹത്തിൽപ്പെട്ട ഓരോ ഇസ്ലാഹത്തുണ്ട്. അത് മനസ്സിലായില്ലേ? അപ്പം ശുവായ് വരുമ്പം തന്നെ ഇവർക്ക് ആ ഒരു തരത്തിൽ ബേജാറുണ്ടാവും. കാരണം ഇവർക്ക് നേരത്തെ പരിചയമില്ലാത്തൊരു മേഖലയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലല്ലാത്ത ചില സ്വഭാവദൂഷ്യങ്ങൾ എന്ന് പറയപ്പെടാവുന്ന ചിലതൊക്കെ കണ്ടുപിടിക്കും. ഒരു തല്ലലും പായ്ക്കലും അടിക്കലും പാടാന്നെല്ലാം പറയലും അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടാകാം. ചിലപ്പോൾ അത് വരിക്കില്ല. ബക്കായിലേക്ക് എത്തുന്ന അവസരത്തിൽ ഒരു ബിരുന്നാരം വന്നാൽ ബിരുന്നുകാരനെ എങ്ങനെ സൽക്കരിക്കണം, അവനക്ക് എന്ത് കൊടുക്കണം, അവൻ എവിടെ ഇരുത്തണം, എങ്ങനെ പറയണം. അതുപോലെ ഒരു മുഖതാവി മുസ്ലിമിനെ കണ്ടാൽ എങ്ങനെ സലാം പറയണം, എങ്ങനെ സലാം മുടക്കണം. നിസ്കരിക്കാൻ നിന്നാൽ അള്ളാഹിൻ്റെ ഹക്ക് വിടേണ്ടത് എങ്ങനെ. അപ്പോൾ ഹക്കുകാരന് ഹക്ക് കൊടുത്ത് എല്ലാം. അപ്പോൾ അവിടെയാണ് അവൻ്റെ കമാല് കിടക്കുന്നത്. ഫനാ എന്നുള്ളത് നേർക്കുനേരം പറഞ്ഞ വലിയൊരു കമാലൊന്നുമല്ല, വലിയ കമാലല്ല. പക്ഷെ കമാലിലേക്കുള്ള ഒരു വസീല എന്നുള്ളതിലേക്ക് ചീത്തയിൽ മേഥനം എന്നർത്ഥം കൊടുക്കാം. അന്ന മോശമല്ല, പക്ഷെ അന്ന മുന്തിയതുമല്ല. ചീത്തയിൽ മേഥനം അതാണ്. ആ അൻവാറിൻ്റെ ഇഷ്റാഖിൻ്റെ തുടക്കത്തിൽ തന്നെ എന്താക്കും ആകപ്പാട് ദഹിച്ചത്തിങ്ങനെ വരും, ഒരു ബേജാർ. ഇനി അള്ളാഹുവിൻ്റെ മറ്റോ സിഫത്താ പറയുന്നത് അൽ മുത്തലി. കാണാൻ ലില്ലാഹി എന്നല്ലാണ്. അത് കൺപോട്, അതും നേരത്തെ ഹാലും മഹലുള്ളത് പോലെ തന്നെ. ഹദക്കത്ത് എന്ന് പറഞ്ഞാൽ ഈ കണ്ണ് വെക്കാനുള്ള ഈ സീറ്റിങ്ങിനാ പറയുന്നത് ഹദക്കത്ത്. അതിൽ നോക്കുന്ന സാധനമല്ല, കാണുന്ന വസ്തുവാണ് ഇത്. നാദിർ, നാദിറിൻ്റെ ജമ്മു നവാലിർ. അൽ മുത്തലി ലില്ലാഹിക്കല്ല ബാക്കി. അലാ ഖഫിയാത്തി സറായിർ, മറഞ്ഞു കിടക്കുന്ന എല്ലാ രഹസ്യങ്ങളുടെ മേലിലും അവൻ ഇത്ലാ ഉള്ളവനാണ്. അൽ ആലിമി ബി മക്നൂനാത്തിൽ ലമായിർ, മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ച നിഗൂഢമായ വസ്തുക്കളെയും അല്ലാഹു തആല അറിയുന്നവനാണ്. അൽ മുസ്തഗ്നി ഫി തദ്ബീരി മംലക്കത്തിഹി, അവൻ്റെ രാജാധികാരം, അള്ളാഹുവിൻ്റെ മംലക്കത്താണ് ഈ ലോകം. ഈ ലോകത്തിനെ തദ്ബീറാക്കുന്ന വിഷയത്തിൽ അവൻ ഏകനാണ്, പരാശ്രയം ഇല്ലാത്തവനാണ്. ഇതിനെ തൊട്ട് അനിൽ മുസാവരി വൽ മുവാസിർ, മുസാവറ ചെയ്യുകയും വേണ്ട, അവനെ സഹായിക്കാൻ വേണ്ടി ഡ്യൂട്ടി ഏറ്റെടുക്കാനും വേണ്ട എന്നാണ്. മുഖല്ലിബിൽ ഖുലൂബി, ഖൽബുകളെ മറിച്ചു കളയും. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്കാന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഇതാക്കാറുണ്ടല്ലോ. അപ്പോൾ കൽബിൻ്റെ ഒരവസ്ഥയിലല്ല. കൽബിന് പേര് വന്നതുകൊണ്ടാണ് ഇങ്ങനെ മറിയുന്ന സാധനം. അതുകൊണ്ടാണ് കാറ്റത്ത് കെട്ടിയ തൂവല് പോലെയൊന്നുമല്ല. കാറ്റിങ്ങനെ എടുക്കുമ്പോൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, ഒരേ നിലക്ക് കൽബ് നിൽക്കൂല. ഗഫാറുൽ ദുനൂബ്, സകല ദോഷങ്ങളും പൊറുക്കുന്നവനാണ്. സത്താറുൽ ഉയൂബാണ്. മുഫദ്ദിജുൽ ഖുറൂബ്. ഇനി അള്ളാഹുവിൻ്റെ കുറച്ച് സനാഹ് പറഞ്ഞു. ഇനെന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കാനുള്ള ഹക്കാണ്. വസ്സലാത്തു അലാ സയ്യിദിൽ മുർസലീൻ വജാമിഇ ശംലിദ്ദീൻ വഖാതിഇ ദാബിരിൽ മുൽഹിദീൻ വഅലാ ആലിഹി ത്വയ്യിബീൻ ത്വാഹിരീൻ വസല്ലമ കസീറ. തസ്ലീം എന്ന് ഈ കലിമത്തിൽ കാണുന്നില്ല, അതിലുണ്ടാകും. അമ്മാ ബാലു, ആദ്യം വരട്ടെ. ഫശറഫുൽ ഇൻസാനി
وفضيلته التي فاق بها جملة من أصناف الخلق باستعداده لمعرفة الله سبحانه وتعالى. മുഫ്രദത്തുൽ മുഖദ്ദിമയാണ്. മനുഷ്യനെയാണല്ലോ അല്ലാഹു തആല ഏറ്റവും ഉന്നതനായി പടച്ചിരിക്കുന്നത്. മനുഷ്യനാക്കാണ വർഗത്തിനാക്കാണ വലിയ ഒരു ജിൻസോ നൗഓ ഒന്നും പടച്ചിട്ടില്ല. ആ മനുഷ്യനിക്ക് എന്തുമല്ലാണ് വലിയ ഷറഫിൻ്റെ മാനദണ്ഡം. വലഖദ് കറംനാ ബനി ആദമ എന്ന് പറഞ്ഞ് ആ തക്രീമിൻ്റെ മാനദണ്ഡം എന്തിലാണ്? അതാ പറയുന്നത് ഫശറഫുൽ ഇൻസാനി വ ഫളീലത്തു. എങ്ങനത്തെ ഫളീലത്ത്? അല്ലത്തി ഫാഖ ബിഹ, അതുകൊണ്ടാണ് അവൻ മേലെയായത്. ജുംലത്തൻ മിൻ അസ്നാഫിൽ ഖൽഖി, അല്ലാഹു തആല പടച്ചു വെച്ച എല്ലാ അസ്നാഫിനേക്കാളും മേലെയായത് ബിസ്തിഅദാദിഹി, അതാണ് എൻ്റെ ഖബർ. ബിസ്തിഅദാദിഹി ലിമഅരിഫത്തില്ലാഹി സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ മാരിഫത്തിനെ ഓനെ തയ്യാറാക്കാൻ കഴിയും. അതിൻ്റെ ഉള്ള തയ്യാറെടുപ്പിൻ്റെ അകത്തുണ്ട് എന്നാണ്. പക്ഷെ അതിന് കുറേ മവാനി ഉണ്ടാവും. ആ മവാനിയെല്ലാം തീർത്ത് കഴിഞ്ഞാലാന്ന് ഷറഫ് തെളിയിൽ. അല്ലത്തി എങ്ങനത്തത്? ഈ യഫിദ്ദുന്യ ജമാലുഹു വ കമാലുഹു വ ഫഖ്റുഹു. ഈ മാരിഫത്തിൻ്റെ മഹിമ എന്താ പറയുന്നത്? ദുന്യാവിലായാൽ അവൻ്റെ ജമാലും കമാലും ഫഖ്റും എല്ലാം അവിടെയാണ് നടക്കുന്നത്. ദുന്യാവ് മാത്രമല്ല, വഫിൽ ആഖിറത്തി ഉദ്ദത്തുഹു വ ദുഖുറുഹു, പരലോകത്ത് അവൻ്റെ കൈമുതലും അതാണ്, മാരിഫത്താണ്. ഇനിയിപ്പോൾ അടുത്ത മുഖദ്ദിമ എന്താണ്? ഈ മാരിഫത്തിന് ഇസ്തിഅദാദ് എന്തുകൊണ്ടുണ്ടായിരിക്കണം? ഒരു ജുംല ഓരോ തർത്തീബുണ്ടല്ലോ. മൂപ്പറ സയ്യിദുൽ മുസന്നിഫീനല്ലേ. ഒരു ജുംലയും മറ്റേ ജുംലയും തമ്മിൽ ഘടിപ്പിക്കാൻ ഇത്ര അതിന് പുനഃപരിശോധന വരെ വേണ്ടല്ല, അപ്പം റെഡിയായിട്ടുണ്ടാവില്ലല്ലോ. മാരിഫത്തിന് തയ്യാറെടുപ്പ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ബി കൽബിഹി, കൽബ് കൊണ്ട് മാത്രമാകുന്നു. മാത്രം എന്നർത്ഥം കിട്ടിയത് ഇന്നമുണ്ട്. ഇന്നമല്ല വണ്ടി പറഞ്ഞ താലിൻ്റെ താലിൽ ഹസ്റാക്കൂ എന്ന് പറഞ്ഞേ. മൂത്തദാന ഹബെന്ന് മാത്രം പറഞ്ഞാൽ ചിലപ്പം കുടുങ്ങും. അഹമായ വാക്കാന്നത് താലിയെ താലിൽ ഹസ്റാക്കുക. അപ്പം ഏതാ താലി? ഇസ്തിഅദാദുൽ മാരിഫത്തല്ലേ. ബി കൽബിഹി, താലിൻ്റെ താലി. അപ്പം കൽബ് കൊണ്ട് മാത്രമാണ് ആ ഹസ്റിനെ വെളിപ്പെടുത്തിയ അവിടെ. ലാ ബിജാരിഹത്തി മിൻ ജവാരിഹി, അവന് ധാരാളം അംഗങ്ങളുണ്ട്. കണ്ണുണ്ട്, മൂക്കുണ്ട്, വായുണ്ട്, കയ്യുണ്ട് എന്നല്ലേ. അതുകൊണ്ടൊന്നും മാരിഫത്തിന് തയ്യാറുണ്ടാവില്ല, കൽബ് കൊണ്ടാണ്. ഇനി അപ്പം ഫൽ കൽബു, കൽബിൻ്റെ അവസ്ഥ പറയാ. അപ്പം നതീജ കിട്ടി. ഫൽ കൽബു ഹുവൽ ആലിമു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് അറിയുന്ന സാധനം കൽബാകുന്നു. ഇനി വഹുവൽ മുതഖർരിബു ഇലല്ലാഹ്, അള്ളാഹിനെ കൊണ്ട് തഖർറുബാകുന്നതും കൽബാകുന്നു. ശാരീരികമായ ഹിസ്സിയായ തഖർറുബ് ഇല്ലല്ലോ. അമ്പിയാക്കൾ ഇവിടെ ജീവിച്ചാലും നമ്മുടെ ജീവിച്ചാലും അള്ളാഹ് അടുത്ത കാര്യം പോകുന്നില്ലല്ലോ. അപ്പോൾ ഇസ്രാ മിറാജിനും പറ്റില്ല എന്നടക്കേക്ക്. പിന്നെ അല്ലാത്തേക്കാവിന് അങ്ങനെ മക്കാനിയ കാര്യമില്ലല്ലോ. എന്തുകൊണ്ട്? സുബ്ഹാനകലാൻ വസീ സനാൻ അലൈക അന്ത കമാസനി, ഈ അന്ത തന്നെയാണ് എവിടെന്ന് പറയുന്ന കാബക്കോസയിൽ പറഞ്ഞത്. യൂനുസ് അലൈഹിസ്സലാമിന് ഹിസ്സിയായിട്ട് വന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആഴത്തെ മത്സ്യത്തിൻ്റെ വയറ്റിലാണ് ലാ ഇലാഹ ഇല്ല അന്ത, അതേ അന്ത തന്നെ പ്രയോഗിച്ചു. അന്തൻ്റെ വ്യത്യാസം ഇല്ലല്ലോ. രണ്ട് രംഗത്തായാലും മുഖാത്തബ് അല്ല തന്നെയല്ലേ. അപ്പം മസാഫത്ത് കൊണ്ട് അല്ലായിട്ട് അകലുന്നില്ല, കൽബാണ്. അപ്പം നമ്മൾ അഖീദ കുറേ ഓതീനല്ല. ഇനി വഹുവൽ ആമിലു ലില്ലാഹി, അള്ളാഹു തആലാക്ക് വേണ്ടി അമൽ ചെയ്യുന്ന സാധനവും ഇത് തന്നെയാണ്, കൽബാണ്. എന്നിട്ട് കൽബ് നിയ്യത്തനുസരിച്ചാണ് അള്ളാഹിൻ്റെ അമലാണോ ആദ്യക്കാർക്ക് വേണ്ടുന്ന അമലാണോ നാട്ടുകാർക്ക് വേണ്ടിയാണോ തീരുമാനിക്കുന്നത്. ഇനി വഹുവ സാഇ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് പരിശ്രമിച്ചുകൊണ്ട് അടുക്കുന്നതും കൽബ് തന്നെയാണ്. വഹുവൽ മുകാശഫു ബിമാ ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കാര്യങ്ങളെ കൊണ്ട് കശ്ഫ് നൽകപ്പെടുന്നതും കൽബിനാണ്. കൽബിനല്ലാണ്ട് കശ്ഫിൻ്റെ ഇതിലില്ലല്ലോ. മറ്റേതോ ഇത് ആ കൽബിനെ വഹിക്കാൻ ആവശ്യമായ ഒരു മണ്ണാങ്കട്ടൻ്റെ പാത്രം, അതിന് അവസാനം വേണ്ടപ്പെട്ടൊരു ബോഡിയാക്കി. ആ ബോഡിക്ക് എന്താ പ്രത്യേകത? കൽബിനെ വഹിക്കാനുള്ള ബോഡി അതേ പറ്റുള്ളൂ. മനുഷ്യനിക്ക് കൊടുത്ത കൽബെടുത്തിട്ട് പോത്തിനിട്ട് കൊടുത്താൽ ഒന്നും മറക്കില്ല, അടങ്ങനെ ഒരു ഹയവാനായി ജീവിക്കാന്നേ ഉള്ളൂ. തിന്ന് കുടിച്ചിട്ട് ഇങ്ങനെ കൊസി ജീവിക്കുന്നു.
അതിന് മനുഷ്യ അറ്റേനുള്ള ഒരു കൽപ്പെടുത്ത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മ മറ്റേ ബാമ്പത്ത് പോവും. രണ്ട് കാൽമ നടക്കുന്ന ഇത് ഇല്ല, അതിന് ആലത്തില്ലല്ലോ, ആ ബോഡിയില്ലല്ലോ. ഈ റോഹിൻ്റെ അടങ്ങിയ ഈ അസദാറുകളൊക്കെ വർക്ക് ചെയ്യാൻ ആവശ്യമായ, ഡിസ്പ്ലേ ചെയ്യാൻ ആവശ്യമായ ഇത് വേണ്ടേ? നായി എങ്ങനെ മുക്കല്ലഫാന്ന്? മുക്കല്ലഫാന് പ്രായപൂർത്തി ബുദ്ധി ഉണ്ടായ മുക്കല്ലഫായില്ല. അതുകൊണ്ട് ഇവന് വിലയത്തും മറ്റും കിട്ടിയെന്ന് വരുമോ? കൽബിൻ്റെ അസറാറ് വെളിപ്പെടണമെങ്കിൽ അതിനൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ബോഡി വേണം. അത് നമുക്ക് മൊബൈൽ തന്നെ എടുത്ത് നോക്കിയാൽ മതി. കാണുന്ന മൊബൈലുണ്ട്, കാണാത്ത മൊബൈലുണ്ട്. ഇതിൻ്റെ കാണുന്നതിൻ്റെ സിമ്മെടുത്ത് അപ്പുറമിട്ടാൽ കാണുമോ? കാണാത്തതിലിട്ടാൽ ഓഡിയോ ബോഡി രണ്ടില്ലേ? എന്നാ ഇത് കാണൂല, പഴയ സിമ്മന്നെ ഇട്ടണം. അതേ അസർ ഉമ്രാജ് അതിനെ കൊണ്ടല്ലോ എന്തെല്ലാം കളിച്ചതാണ്. ഇതിൽ കോപ്പി അടിക്കാനും കഴിയൂല. ഹലോ ഹലോ തീർന്നു, വരവ് ഒരു പോക്കു, ബോഡി മാറിപ്പോയി. അപ്പം മനുഷ്യനിക്ക് ആ റോഹിനുള്ള അസ്റാർ എന്തെല്ലാം ഇവിടെ നടക്കണമോ അതെല്ലാം ഡിസ്പ്ലേ ചെയ്യാനുള്ള ആവശ്യമായ ബോഡിയാണ് ഈ അഹ്സന തഖ്വീം. അതിനാക്കാൻ അഹ്സന തഖ്വീം ഇനി ഇല്ല. നോക്കട്ടെ, വൈന്നമൽ ജവാരി. അപ്പം ജവാരിഹിനൊന്നും ഇല്ലേ എന്നൊരു ചോദ്യം. എല്ലാം കൽബിന് കൊടുത്തിട്ട് ജവാരിഹിനൊന്നും ഇല്ലേ? വൈന്നമൽ ജവാരിഹു അത്ബാഉൻ, അതിനോട് താബിയാകുന്ന സാധനമാണെന്നാണ്. അത്ബാൾ വ ഖദമുൻ, ഖാദിമീങ്ങളുമാണ്, ആലാത്തുമാണ്. യസ്തഖദിമുഹൽ ഖൽബു, കൽബ് അതിനെ ഖാദിമാക്കി മാറ്റുകയാണെന്നാണ് ഹിദ്മത്തെടുപ്പിക്കുന്നു. വയസ്തഅമിലുഹ, അതിനെ ഉപയോഗപ്പെടുത്തുന്നതാണ്. എന്ത് ഉപയോഗം? ഇസ്തിഅമാലൽ മാലികി ലിൽ അബ്ദി, അത് ഇസ്തിഅമാലിൻ്റെ വജ്ഹിലുള്ള ഓരോ ഖിലാഫുകളാണ്. ഒരു അബ്ദിനെ മാലിക് ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള ഇസ്തിഅമാലാണോ എന്നാണ് ഒരു ഖിലാഫ്. ഒരു സയ്യിദ്, ആ സയ്യിദ് അബ്ദിനെ ഉപയോഗപ്പെടുത്തുന്ന രീതിയാണോ? ഒന്നയില്ലേ? വസ്തിഖ്ദാമുർ റാഇ ലിർറഇയ്യത്തി, അല്ലെങ്കിൽ ഒരു ഭരണാധിപൻ അദ്ദേഹത്തിൻ്റെ പ്രജകളെ ഇസ്തിഖ്ദാം ചെയ്യുന്ന രീതിയാണോ? രണ്ട് രീതിയാണ്. മൂന്നാമത്തത് വസ്സാനിഉ ലിൽ ആലത്തി, ഒരു പ്രവർത്തകനെ ആലത്തിന് ഉപയോഗപ്പെടുത്തുന്നു. കുറേ സ്കൊടേബുലുണ്ട്, ഒളിയുണ്ട്, ഒട്ടിയുണ്ട്, തട്ടിയുണ്ട്, എല്ലാം അതാത് അവസരത്തിൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആ രൂപത്തിലുള്ളതാണോ? ഇത് ഈ ഇമാമിങ്ങളുടെ ഇടയിൽ ഖിലാഫുള്ളത് കൊണ്ടാണ് എന്താക്കിയ 33 അൻവാക്കി തിരിച്ചത്. ഒരാവർത്തനമല്ല. എന്തുകൊണ്ട്? കുറേ അങ്ങത്യാ പറയും ഇതിൻ്റെ ഇസ്തിമാൽ എന്താണ് എന്നുള്ള രൂപത്തിൽ അഫ്കാറുകൾ വേഗറായിട്ടുണ്ട്. ചില കൂട്ടർ ഇങ്ങനെ പറഞ്ഞു, ചിലർ ഇങ്ങനെ പറഞ്ഞു, ചില ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അത് ശരിയായില്ല. അപ്പോൾ ഫൽ ഖൽബു ഹുവൽ മഖ്ബൂലു ഇൻദല്ലാഹ്, കൽബാണ്, അത് തന്നെയാണ് മഖ്ബൂൽ. അവിടെ കണ്ടില്ല, ഇന്ന മുട്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നമൽ ജവാരിഹി അത്ബാഉൻ വ ഖദമുൻ. എപ്പോഴാണ് അന്നടക്കം മഖ്ബൂൽ? ഇദാ സലിമ മിൻ ഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്ത ഗൈറിനെ തൊട്ട് സലാമത്തായ കൽബാണെങ്കിൽ. അല്ലെങ്കിൽ അല്ലാഹ് അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കൂലല്ലോ. ഏറാളിയും വഹുവൽ മഹ്ജൂബു അനില്ലാഹി ഇദാ സാറ മുസ്തഗ്രിഖൻ ബിഗൈരില്ലാഹ്, ഗൈറുല്ലാഹി കൊണ്ട് പൂണ്ട് പിടിച്ച കൽപ്പാണെങ്കിൽ എന്തായി? അത് മഹ്ജൂബുമായി. വഹുവൽ മുതാലബു, എല്ലാത്തും കണക്ക് ചോദ്യം അതിനോടാ വരുന്നത്. വഹുവൽ മുഖാത്തബു, ഖിതാബ് വരുന്നതും അബുദേ അബുദേ എന്ന് വിളിച്ചില്ലേ അതും. വഹുവൽ മുആത്തബു, ആക്ഷേപം കിട്ടുന്നുണ്ടല്ലോ. അപ്പം മുഹാക്കബ് അപ്പുറം എന്താ? മുഹാക്കബ് വേറെ, മുഹാത്തബ് വേറെ. മുഹാക്കബിന് ശിക്ഷ കിട്ടും, മുഹാത്തബാവുന്ന അവസരത്തിൽ കലമ്പും കിട്ടും. കലമ്പ് കിട്ടില്ലേ? അല്ല, വഹുവല്ലദീ യസ്അദു ബിൽ ഖുർബി മിനല്ലാഹി തആല, അള്ളാഹിനോടുള്ള ഖുർബ് കൊണ്ട് വിജയിയാകുന്നതും ഇത് തന്നെ ഖൽബ്. അപ്പം ഫയുഫ്ലിഹു ഇദാ സക്കാഹു, അതിനെ ശുദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം മുഫ്ലിഹായി. ഖദ് അഫ്ലഹ മൻ സക്കാഹ. വഹുവല്ലദീ യഖീബു വയസ്ഖാ ഇദാ ദന്നസഹു വദസ്സാഹു, അത് ഖായിബായി മാറും, ഷഖിയായി മാറും. എപ്പോഴും അതിനെ തരം താഴ്ത്തി അതിനെ കച്ചറ പിടിപ്പിച്ചു കഴിഞ്ഞാൽ. വഹുവൽ മുതീഉ ബിൽ ഹഖീഖത്തി ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വെളിപ്പെടുന്ന മുതീ ഏതാണ്? ഖൽബാണ്. ശരീരം അതിനോട് താപിയാവ് നേരത്തെ പറഞ്ഞില്ലേ?
വൈന്നമല്ലതി യന്തശിറു അലൽ ജവാരിഹി. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ജവാരിഹിൽ പല നിസ്കാരമായിട്ടും നോമ്പായും മറ്റായിട്ടും കുനിയലായിട്ടും തസ്ബീഹായിട്ടും നാവ് കൊണ്ടും കണ്ണുകൊണ്ടും പലതുണ്ടല്ലോ, അതെല്ലാം മിനൽ ഇബാദാത്തിനാൽ അൻവാറുഹു, ആ കൽബിൻ്റെ അൻവാറ പുറത്ത് കാണുന്നു. വഹുവൽ ആസിൽ മുതമർരിദു അലല്ലാഹി തആല, അല്ലാഹു തആലക്കെതിരെ കുരുത്തക്കേട് കാട്ടിയിട്ട് ആശിയാകുന്നതും അത് തന്നെയാണ്. വഇന്നമസാരി ഇലൽ അഅ്ളാഇ മിനൽ ഫവാഹിശി ആസാറുഹു, മോശമായ പ്രവർത്തനങ്ങൾ പലതും അംഗങ്ങളിൽ കൂടി പ്രകടമാകുന്നുണ്ടല്ലോ, അത് അതിൻ്റെ ആസാറാണ്. കൽബ് മുടക്കായത് കൊണ്ടാണ് എന്താകുന്നത്, പുറമെ കാണുന്നത്. വബി ഇദ്ലാമിഹി വസ്തിനാറതിഹി തൽഹറു മഹാസിനുൽ ലാഹിരി വമസാവീഹി. വബി ഇദ്ലാമിഹി എന്ന് പറഞ്ഞാൽ കൽബ് ദുലുമാത്തിൽ പെടുന്നത് കൊണ്ട്, ഇരുട്ടിൽ, വസ്തിനാറതിഹി അത് പ്രകാശിക്കുന്നത് കൊണ്ട്. അപ്പോൾ എന്താക്കണം, ലഫ് നഷറ മുറത്തമായിട്ട് അർത്ഥം വെച്ചാൽ ശരിയായി. തൽഹറു മഹാസിനുൽ ലാഹിരി, എന്തുകൊണ്ട് ഗൈറു മുറത്തവാണ്ടല്ല, ഗൈറു മുറത്തവാണ്. വബി ഇദ്ലാമ് എടുത്തേക്ക് നോക്കിയിട്ട് മസാവി വെളിപ്പെടുന്നത്. പിന്നെ ഇസ്തിനാറത്ത് കൊണ്ട് തൽഹറു മഹാസിനുൽ ലാഹിരി മറിച്ചിടലുണ്ടല്ല. എന്തുകൊണ്ട് ഇത് കുല്ലു ഇനാഇൻ യൻദഹു ബിമാ ഫീഹി എന്ന് സാധാരണ പഴഞ്ചൊല്ലാണ്. ഒരു പാത്രത്തിൽ എന്താണോ ഉള്ളത് അതായിരിക്കും പുറത്ത് തുളുമ്പുക. വെളിച്ചെണ്ണയാണെങ്കിൽ പുറത്ത് വെളിച്ചെണ്ണ ഉണ്ടാകും, വെള്ളമാണെങ്കിൽ വെള്ളമുണ്ടാകും, അത്തറാണെങ്കിൽ അത്തറുണ്ടാകും. ഉള്ളിലുള്ള എന്താണോ അത് പുറത്ത് ചോടും. വഹുവല്ലദീ ഇദാ അറഫഹുൽ ഇൻസാനു ഫഖദ് അറഫ റബ്ബഹു. ഈ കൽബിൻ്റെ ഹല പറയുന്നത് അതിനെപ്പറ്റി ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അല്ലാഹനെ അറിയും. അറഫഹുൽ ഇൻസാനു ഫഖദ് അറഫ നഫ്സഹു, അവനെപ്പറ്റി അറിഞ്ഞു. അതെ ശരി. വഇദാ അറഫ നഫ്സഹു, നഫ്സിനെ അറിഞ്ഞാലോ ഫഖദ് അറഫ റബ്ബഹു, റബ്ബിനെ അറിയും. വഹുവല്ലദീ ഇദാ ജഹിലഹുൽ ഇൻസാനു, അതിന് നേരെ തിരിച്ച് ഇൻസാന് അതിനെ ജാഹിലായാലോ ഫഖദ് ജഹില നഫ്സഹു, വഇദാ ജഹില നഫ്സഹു ഫഖദ് ജഹില റബ്ബഹു. അപ്പോൾ റബ്ബിൻ്റെ മാരിഫത്തുമായി ഇതിൻ്റെ മാരിഫത്ത് ഇങ്ങനെ അല്ലാഹു തആല മുഖദ്ദിമായിട്ട് വെച്ചിരിക്കുകയാണ്. ശക്രമ്പലിൽ ഇപ്പം കാണുന്നത് അതാ, ഇദാ അറഫഹുൽ ഇൻസാനു ഫഖദ് അറഫ നഫ്സഹു. ഇനി അതിൻ്റെ അത് ഹദ്ദൗസത്തായിട്ട് വെച്ചിട്ട് വൈദാ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. അതെ, അത് നെറ്റിയിലേക്ക് ഏത് റബ്ബിനെ അറിയും. ഈ നഫ്സിൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ അതിൻ്റെ വജ്ഹെന്താണെന്ന് 15ഓളം വജ്ഹിൽ എന്തായിട്ടുണ്ട്. ഇത് ഹദീസല്ല, ഇത് മുആദ് റാസി റളിയല്ലാഹു അൻഹു എന്ന വലിയ മഹാന്റെ ഖൗലാണ്. വളരെ വിശാലമായ അർത്ഥം ഉൾക്കൊള്ളും. മർഫൂആയ ഹദീസല്ലാന്ന്. അത് ഇബ്നു ഹജർ തങ്ങൾ ഫതാബൽ ഹദീസിലും ശുയൂത്തി ഇമാമ് മറ്റേ എന്താ പറയുക കുറേ അല്ല ഇപ്പോൾ ഹാവിയിൽ ഇത് ഹദീസാണോ എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരുടെ വചനമാണ്. ചെറിയ മണ്ടം കുഞ്ഞപ്പോക്ക് മുസ്ലിയാറി ഹദീസ് എടുത്ത് വെച്ചിട്ട് എന്നെ ഓർമ്മ തെളിയിച്ചിട്ടുണ്ട്. അവിടെ ഹിദായത്തുൽ മുത്തഖിൽ ഇത് മർഫൂആയ നബവിയായ ഹദീസല്ല, പക്ഷേ ആഴത്തിൽ അർത്ഥവർത്തായ ഔലിയാക്കന്മാരുടെ കോറിൽപ്പെട്ട മുആദ് റാസി. അതിൻ്റെ വ്യാഖ്യാനത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, 15ഓളം വജ്ഹുകൾ. ഏത് കിതാബിൽ? മബാഹിസുൽ അസ്ലിയാൻ്റെ ചെറാണ്ട് ഫുതുഹാത്തുർ റബ്ബാനിയ, തസവ്വുഫിൻ്റെ അസ്ലിയായ ആഴത്തിലുള്ളൊരു കിതാബാണ്. അതിൽ അതുപോലെ നമ്മുടെ റൂഹിൻ്റെ കിതാബില്ലേ, ഇതാണ് കിതാബുൽ ഫുതൂഹി ലിമാരിഫത്തി അഹ്വാലിർ റൂഹ്. അതിലും അപ്പറിനെ തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. തർത്തീബിൽ മാറ്റം ഉണ്ടാവുന്നില്ല. അതായത് ഈ കൽബെന്നുള്ള സാധനം, കൽബാണ് ഉദ്ദേശിക്കുന്ന, റൂഹ ഉദ്ദേശിക്കുന്ന പയ്യെ പറയും. അതായത് അസ്രായിൽ അലൈഹിസ്സലാം വന്നിട്ട് എടുത്തുകൊണ്ടപ്പോയില്ലേ, അതെന്താ സാധനം, എന്തോ എടുത്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾ ഇവിടെ മരിച്ച് ഇങ്ങനെ കടമ്പ കിടക്കിയെന്ന്. അതുകൊണ്ടാണ് കുളിപ്പിക്കൽ ഉജൂബായി, കുളിപ്പിക്കൽ ഉജൂബായി, നല്ല നിലക്ക് കഫൻ ചെയ്യൽ ഉജൂബായി, നിക്കരിക്കൽ ഉജൂബായി, മറമാടൽ ഉജൂബായി. ഇതെല്ലാം ഹുക്മ വന്നെന്തുകൊണ്ടാണ് അൽക്കൊൽ യതവഫാക്കും മലക്കുൽ മൗത്തുല്ലദീ ബുക്കില ബിക്ക്. മൂപ്പറയ്ക്ക് വന്ന് എന്തുകൊണ്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ആരും കണ്ടിട്ടുമില്ല. പോയതിൻ്റെ നഷ്ടം ഇവിടെ കണ്ണാടി വെച്ച് നോക്കിയാലും കാണുന്നുമില്ല. മെയ്സിനിങ്ങനെ കടത്തി കഴിഞ്ഞാൽ എല്ലാം ഉണ്ടല്ലോ, പക്ഷെ എന്തോന്നില്ല. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും എന്തോന്നില്ലായ്മയുണ്ട്.
അതിൻ്റെ മഅബ്റ എന്നാണ് റൂഹ് എന്ന് പറഞ്ഞ സാധനം. ആ റൂഹ് നമ്മളെ ശരീരത്തിലേക്ക് വന്നാൽ അതിൻ്റെ പ്രവർത്തന ശൈലി മനസ്സിലാക്കിയാൽ അള്ളാഹു ആലം ഭരിക്കുന്നതിൻ്റെ ഖിയാസ് കിട്ടുമെന്നാണ് ഏറ്റവും ചുരുങ്ങിയത് പറയാം. ഇത് നമ്മളെ ശരീരം മൊത്തം ആലമാക്കുക. ആലമില്ല ഒരു ഭരണാധികാരിയാണ്, ഒരു മാലിക്കാണ് റൂഹ്. ഈ മൊത്തം ആലമിൻ്റെ ഭരണാധികാരിയാണ് ആര്? അല്ലാഹു തആല. അപ്പോൾ ഓരോ കൊച്ചു കണ്ണിയാൽ അതിപ്പം ഒന്നും തീരൂല. ഏറ്റവും പറഞ്ഞത് എന്താണ്? അല്ലാഹ് ആകെ സിഫത്ത് എന്താന്ന്? വാഹിദ്. അപ്പോൾ ഒരു ശരീരത്തിൽ ഒരു റൂഹേ പ്രവർത്തിക്കുള്ളൂ. 2 റൂഹ് ഉണ്ടായാൽ പ്രവർത്തിക്കൂല. അപ്പം എന്തായി? കുല്ലൗകാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ എന്ന ഫസാദങ്ങ് വരും. 2 ഡ്രൈവർ വണ്ടി ഓടിക്കലുണ്ടാകും. 2 ഡ്രൈവർ വണ്ടി ഓടിച്ച കാര്യം കുഴപ്പമെന്ന്. പണ്ട് അബുദാബിന്ന് ഗ്രാനേക്ക് വരും. അബുദാബിന്ന് വണ്ടി ഭയങ്കര കാറിൽ സ്പീഡിൽ ഓടി പോകും. ഇതെന്തോ അപകടം പറ്റുമെന്ന് ഒരാൾ കണ്ടപ്പോൾ ഉടനെ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചു. മുന്നിൽ സീറ്റിലുണ്ടാവും. അപ്പം വണ്ടിയുമില്ല, യാത്രക്കാരനുമില്ല, എല്ലാം തീപിടിച്ച് വണ്ടിയിലായി പോകും. ഒരാൾ ഡ്രൈവ് ചെയ്തിന് കൈ കടത്തിക്കൊണ്ടായ വായ്പ ഇത്. സ്പീഡ് കുറക്കണമെങ്കിൽ ഇപ്പം നോനോട് തന്നെ പറയണ്ടേ കുറച്ച് കുറക്കണമെന്ന്. ഇവൻ പിടിച്ച് കൈകാര്യം ചെയ്ത് ഹാൻഡ് ബ്രേക്ക് എന്നൊരു വിളിച്ചു. അപ്പോൾ കൈപ്പ ചെക്കൂന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഇവിടെ എല്ലാവരും ഡ്രൈവിംഗറായ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഡ്രൈവറല്ല, ഞാൻ ഡ്രൈവറാണ്. ഡ്രൈവർ ആക്കപ്പെട്ടു കയറി നിന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കലാണ്. അപ്പം വഹദാനിയത്തിൻ്റെ മേലെ അറിയിക്കുന്നുണ്ട്. പിന്നൊന്ന് റൂഹ് ശരീരത്തിൽ എവിടെയാണ്? എവിടെ ഉണ്ടെന്ന് പറയാം. ഒന്നും പറയാൻ കഴിയില്ല. മക്കാനോ ജിഹത്തോ പറയാൻ കഴിയൂല. എന്നതുപോലെ അല്ലാഹു തആല എവിടെയെന്ന് വെച്ചാൽ അന്നൈന കൈഫ മതാ തനസ്സഹുൽ ഖദർ വഇലാ മതാ വഅലാ മതാ ലഹുൽ ഫിക്ർ എന്ന് പറഞ്ഞില്ലേ? അയിന മതാ കൈഫ ഇതൊന്നും അല്ലാഹുവിനെ കത്തി ചോദിക്കാൻ പറ്റിയല്ല. ഇത് അതല്ല. സുബ്ഹാന മൻ ഹുവ മാലിഉൽ അക്വാനി മിൻ ഗൈരി ഹുലൂൽ. എത്രകാലം കുത്തുബോധിപ്പ ഇത്. പക്ഷേ മിസാലും 100% ഉറപ്പിക്കാൻ കഴിയും. ഒന്നാമത് റൂഹും ശരീരവും ഹാദിസാണ്. റൂഹും ശരീരബന്ധം തന്നെ ഹാദിസാണ്. ഖദീം എന്നുള്ള വാദം ആയിരിക്കില്ല. സൂഫിയാക്കൾക്ക് വാദമുണ്ട് എന്ന് പറഞ്ഞ ഒരു വാദം വെറുതെ ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. സുയൂത്തി ഇമാമന് മറുപടി കൊടുത്തു. അങ്ങനെ ഖദീം എന്ന, അതായത് ലാ അവ്വല ലഹു എന്ന് പറഞ്ഞ ആ കിതമ് വാദം ആയിരിക്കില്ല. അത്രമാത്രം ജാഹിലിയങ്ങളല്ല സൂഫിയാക്കൾ. ഓറ് പറഞ്ഞിട്ടുണ്ടാകും ഇത് ഭാഷാപരമായ കിതമുണ്ട്. എൻ്റെ ഉപ്പാക്ക് എന്നാക്കാണ് വയസ്സധികം എന്ന് പറഞ്ഞാൽ എന്താ തെറ്റി? ഒരു കൊല്ലം മുൻകടന്നാൽ എന്താക്കാം ഖദീമെന്ന് വസ് പറയാം അല്ലേ? ഉപ്പാക്ക് എങ്ങനെയായാലും 15 വയസ്സിൻ്റെ വ്യത്യാസമെങ്കിലും ഉണ്ടാവില്ലേ? അപ്പം എന്നാക്കാണ ഖദീമാണ് ഉപ്പ എന്ന് പറഞ്ഞതിൻ്റെ മാതിരി ബദനിനാക്കാണ ഖദീമാണ് റൂഹിൻ്റെ അപ്പുറം അർത്ഥമുള്ളൂ. അഖീദയിൽ പറയപ്പെടുന്ന ലാ അവ്വല ലഹു എന്ന് പറഞ്ഞിട്ട് തുടക്കമില്ല എന്ന് പറയുന്ന ഒരു ചിതമുണ്ടല്ലോ, അത് സൂഫിയാക്കൾ ആരും പറയൂല. അത്ര പോയത്തക്കാരല്ല വരും. പോയത്തക്കാരെന്ന് ചോദിക്കുന്നുണ്ടാവും. ഏതോ പോയത്തക്കാരനെ നമ്മ സൂഫിയാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ഓനോട് ഗ്യാസാക്കി എല്ലാവരും ഓനെ പോലെ തന്നെ. അവിടെയാ തെറ്റ്. അപ്പം മക്കാൻ പറയാൻ കഴിയൂല. അതിനാ റൂഹിൻ്റെ കൈഫിയത്ത് പറയാൻ കഴിയോ എങ്ങനെയാണെന്ന്? ഒരു നദീറായ സാധനം പറഞ്ഞു കൊടുക്കാൻ കഴിയൂല. ഇതുപോലെ അല്ലാഹു തആലക്ക് തുല്യമായ സാധനം കാണിച്ചു കൊടുക്കാൻ വലാ നദീറ ലഹു അത് കൊടുക്കാൻ കഴിയൂല. അങ്ങനെ പോകുന്നതിൻ്റെ പട്ടിക ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു മുള്ള സൂചി കൊണ്ട് ഒരു കുത്തു കൊടുത്താൽ എന്താവും? ശരീരം ഒട്ടാകെ അറിയും. അപ്പം അല്ലാഹുവിനെ പറ്റി യഅലമു മാ യൽജു ഫിൽ അർളി വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ് സമാഇ വമാ യഅറുജു ഫീഹാ. ഭൂമിയിലേക്ക് ഇറങ്ങുന്നതും ആകാശത്തേക്ക് കയറിപ്പോകുന്നതും അതിൻ്റെ ഉള്ളിലുള്ളതും എല്ലാം അറിയുന്ന പറയുമ്പോൾ ആ ഇൽമിൻ്റെ ഇഹാത്ത നമ്മുടെ റൂഹും ശരീരമായിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനെ 10-15 വചനം പറയാം. അപ്പോൾ ഇപ്പം പറഞ്ഞാൽ തീരൂല. അന്നേരം നമ്മളെ പാട് എവിടെ ഒത്തു കാട് കയറിപ്പോക്കാന്ന്. അതിന് സൗകര്യം പോലെ കുറച്ചും പറഞ്ഞാൽ മതി. പിന്നെ അല്ലാഹു തആലക്ക് ബസ് പറയപ്പെടാവുന്ന 8 സിഫാത്ത് കൊണ്ട് മുത്തസിഫാണല്ലോ റൂഹ്.
ഇതല്ലാന്ന് ആദ്യം വജൂദ്, പിന്നെ കണ്ണൂരത്തെ ശരിയാണ് ഹയാത്ത് ഇൽമ് ഖുദ്റത്ത് ഇറാദത്ത് സംഹ ബസർ കലാം 7 സിഫാത്തുകളും വജൂദും കൂടെ കൂട്ടി അത്രയായി 8. പക്ഷേ ഇതെന്തുണ്ട്, ഇത് മുത്തസിഫ് എല്ലാം ഹാദിസാണ്. മറ്റേ അല്ലാഹു തആല ഖദീമായ സിഫാത്ത് കൊണ്ട് മുത്തസിഫാണ്. പക്ഷെ നമുക്കിവിടെ താരതമ്യ പഠനമേ ഉള്ളൂ. ഖദീമും ഹാദിസും തമ്മിൽ ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയൂല. അല്ല, അറിയാനുള്ളൊരു ഒരു ഖിയാസ്, ആ ഖിയാസ് അനുസരിച്ച് ഇവിടെ അറിഞ്ഞാൽ അപ്പം തന്നെ റൂഹിനെ എന്താക്കും, ചില മക്കാൻ നമ്മ പറച്ചൽ ഇതുണ്ടാക്കുന്നത് കൽബ് അവിടെ. അതേമാതിരി അള്ളാഹു സുബ്ഹാനഹു വ തആല മഖ്സൂസായ ചില സ്ഥലമുണ്ട്, കഅബ ഷരീഫ്, റൗള ഷരീഫ്, അതുപോലെ മറ്റുള്ള പള്ളി, അത് ചില ഔസാഫുകളെ കൊണ്ടുള്ള ഇഖ്തിസാസ് ഉണ്ട്. അതല്ലാണ്ട് ഈ വിരൽക്കൊടിയിലുള്ള താലൊക്കെ എന്തിനുള്ളൂ, കൽബിനുള്ളൂ. അതിന് അനിവാര്യമായത് മബാഹിസുൽ ഇസ്ലാം ഷറഹ് നോക്കിയാൽ മതി. ലാസ്റ്റ് കിതാബുൽ ഫുതൂഹ് നോക്കാം. ചിലവർക്ക് ഓതണമെന്ന് പറഞ്ഞു, പക്ഷെ അതൊന്നും ആക്കി തിരിയാത്ത ഓതി കൊടുത്തിട്ട് ഇവിടെ തലകൂടാക്കണ്ടല്ല. മബാഹിസുൽ ഇസ്ലിയാൻ്റെ ഷറഹ്, മബാഹിസുൽ ഇസ്ലിയ എന്ന് പറഞ്ഞിട്ട് ഇബ്രാൻ പറഞ്ഞ സർക്കുസ്തീൻ്റെ പഴയ കിതാബാണ്. അവരുടെ കാലം ഏതാ കാലമെന്ന് ആർക്കും തീരുമാനിച്ചിട്ടുള്ളത്. എന്നാലും മുൻകഴിഞ്ഞ മുത്തഖദ്ദിമീങ്ങളിൽപ്പെട്ടവരാണ് ഇബ്നു അജീബ് തങ്ങൾ ഷറഹദീഫും പറയും. ഇബ്നു അജീബ് തങ്ങൾ അതിൻ്റെ ഷറഹ് നമ്മുടെ ഇഖാദുൽ ഹിമം എഴുതിയാണ്. പിന്നെ അഹമ്മദ് സറൂഖ് തങ്ങൾക്കും ഷറഹുണ്ട്, മറ്റു പലർക്കും ഉണ്ട്. അവർ പറഞ്ഞത് അവരുടെ താരീഖ് വരുത്തിയിട്ട് കാലം കിട്ടിയിട്ടില്ല. പക്ഷെ അവരുടെ തസാനീഫും അതിലുള്ള ബഹസും കണ്ടാൽ വലിയൊരു മുഹഖിഖായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടുത്തുന്നു. ബിസ്മില്ലാഹി ഫിൽ മൂലി അബ്ദഉ ഇലഹു വ എന്താണ് മൽജഉല്ലഹ വ മൽഹറു മബ്ദഉ എന്ന് പറഞ്ഞു. നമ്മളെ പണ്ടത്തെ കാസറ്റ് ഉണ്ടാവുന്നത് ഹനീഫിനകത്തുണ്ടെന്ന് നോക്കും. ഓൻ്റെ നഫ്സിനെ പറ്റി അറിഞ്ഞു, കൽബിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ. അതായത് നഫ്സും കൽബും ഒന്നാണെന്ന് വയ്യ പറയുന്നുണ്ട്. അപ്പം മഅറൂഫ് തന്നെയാണ് നഫ്സ്. അടുത്ത അധ്യായത്തിൽ ഈ മഅനൻ നഫ്സി വറൂഹി വൽ ഖൽബി. അപ്പോൾ ഒരർത്ഥത്തിൽ നഫ്സും റൂഹും കൽബും മൂന്നും ഒന്നാണ്. അപ്പോൾ ഏതായി മുത്തറാദിഫായ ലഫ്ലായി ഒരേ അർത്ഥത്തിനുള്ള وإذا جهل فقد جهل ربه ومن جهل قلبه فهو بغيره أجهل. അറിഞ്ഞില്ലേ, കൽബിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ കൽബല്ലാത്ത ബാക്കി കാര്യങ്ങൾ ഏറ്റവും വലിയ കടപ്പുട്ട ജാഹിലാണ്. കാരണം അവൻ്റെ സ്വന്തം പോക്കറ്റിൽ അവൻ്റെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. അതിനെപ്പറ്റും അറിയില്ലെങ്കിൽ പിന്നെ ഇത് അക്സറുൽ ഖൽഖി ജാഹിലൂന, അധികം ആളുകളും ജാഹിലീങ്ങളാണ്. ബി ഖുലൂബിഹിം വഅൻഫുസിഹിം, അവരുടെ കൽബിനെ സംബന്ധിച്ചും അൻഫുസിനെ പറ്റിയിട്ടും. എന്തെല്ലാം സയൻസുകളും ഓരോ ശാസ്ത്രശാഖകളും ആഴത്തിൽ പഠിക്കുന്ന കാലത്തോടെ കൽബിനെ പറ്റി ചർച്ചയുണ്ടാകും. അവർ ചർച്ച ചെയ്യാൻ കഴിയൂല. ചെയ്യണമെങ്കിൽ ഗസാലിമാം കൂടി കൊടുക്കണം, അല്ല അവരെ പോലത്തെ ഔലിയാക്കൾ. അതിനപ്പുറം ചർച്ച ചെയ്യാൻ കഴിയൂല. കാരണം ഭൗതിക വസ്തുക്കളിൽ മാത്രം ചർച്ച ഒതുങ്ങുന്ന സാധനമാണ് ഇന്ന് എല്ലാ സയൻറ്റിഫിക്കലായ ചർച്ചകളും കണ്ടുപിടുത്തങ്ങളും എല്ലാം തന്നെ. അതെത്രയോ ആഴത്തിൽ നടക്കുന്നുണ്ട് ഓരോ ശാസ്ത്രശാഖകൾ. പക്ഷെ കൽബിനെ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അക്സറുന്നാസി അക്സറുൽ ഖൽഖി ജാഹിലൂന ബി ഖുലൂബിഹിം വഅൻഫുസിഹിം വഖദ് ഹീല ബൈനഹും വബൈന അൻഫുസിഹിം. അവരുടെയും അവരുടെ നഫ്സിൻ്റെയും അറിവിൻ്റെ ഇടയിൽ എന്താ ഇവിടെ മറയിടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞു. فإن الله تعالى يحول بين المرء وقلبه എന്നൊരായത്താണല്ലോ. إن الله يحول بين المرء وقلبه. ഈ ഹൈലൂലത്ത് എന്താണ്? وحيلولته بأن يمنعه عن مشاهدته ومراقبته ومعرفة صفاته وكيفية تقلبه എന്നതാണ്. അത് കാണാൻ കഴിയുന്നില്ല, രുചിക്കാൻ കഴിയുന്നില്ല, ആസ്വദിക്കാൻ കഴിയുന്നില്ല, മണപ്പിച്ചു നോക്കാൻ കഴിയുന്നില്ല. അല്ലാതെ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ തൊട്ട് ഗായിബാണ്, അക്കലിനെ തൊട്ടും ഗായിബാണ്. അക്കൽ അബന്ധായി സാധനം ഗായിബായി. ഗായിബിനെ എൻ്റെ അടുത്ത് എന്താക്കും, ഷഹാദത്ത് പഠിക്കുന്ന ഗായിബ് പഠിക്കാൻ കഴിയില്ല.
അവിടെ മറയിട്ട് അഥവാ ഐലൂലത്തുഹു മറയിടൽ എന്ന് പറഞ്ഞാൽ ബിഅൻ യംനഹു അൻ മുശാഹദത്തിഹി വ മുറാഖബത്തിഹി എന്ന് പറഞ്ഞാൽ അത് നോക്കി വീക്ഷിച്ച് അവൻ എങ്ങോട്ട് പോകുന്നു. വ മാരിഫത്തി സിഫാത്തിഹി കൽബിൻ്റെ സിഫാത്തുകൾ അറിയുന്നതൊട്ടും വ കൈഫിയത്തി തഖല്ലുബിഹി ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ എന്നല്ലേ ഉണ്ട്. ഇവിടെ മഅനായിപ്പോയി. ഹദീസിൽ കാണുന്നത് മിന്നല്ലേ, അത് മുതശാബിഹായ ഹദീസാണ്. ഇത് ഒരു മുഅ്മിനിൻ്റെ കൽബ് അള്ളാഹുവിൻ്റെ വിരലുകളെ കൂട്ടത്തിൽ നിന്ന് 2 വിരലിൻ്റെ ഇടയിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹദീസ് ലാഹിൽ പിടിച്ചാൽ എന്താ മുതശാബിഹ് വന്നാൽ എന്താണ് അതിൻ്റെ ഹുക്മ്? വകുല്ലു നഫ്സിൻ ഔഹമത് തശ്ബീഹ അവ്വിൽഹു ഔ ഫൗവിൽ വറം തൻസീഹ. ആയത്തിലോ ഹദീസിലോ ഒരു നസ്സ് വന്ന് അത് മുതശാബിഹായി കാണുന്നു. എന്നെന്ത് വേണം? ആലിമീങ്ങളുടെ ഡ്യൂട്ടി ആണെങ്കിൽ അവ്വിൽഹു തഅ്വീൽ കൊടുത്തിട്ട് എന്നെ വ്യാഖ്യാനിക്കണം. ഔ ഫവ്വിൽ ആലിമല്ലെങ്കിലോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ അതിനും ഉണ്ടാതിരിക്കണം. 2 കൂട്ടർക്കും വേണ്ടത് വെറും തൻസീഹ, അല്ലാഹുവിൻ്റെ തൻസീഹാണ് ഇവിടെ മഖ്സൂദ്. അപ്പോൾ ഇതുപോലത്തെ 5 പേരുടെ മുജസ്സിമയായി മാറും. അപ്പോൾ അവിടെ എന്താക്കും? മജാസാക്കുമ്പോൾ ഈ വിരലിൻ്റെ ഇടക്ക് ഒരു സാധനം പെൻഡിങ്ങിന് തിരികിയാൽ ഇതിൽ ഇസ്തിഖ്റാർ ഉണ്ടാവില്ല. കൈ അനങ്കം തോറും എന്താക്കി ഇങ്ങനെ ഒരേ രൂപത്തിൽ നിർത്തിപ്പിടിക്കാൻ കഴിയില്ല. എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തസറുഫിൻ്റെ ഇടയിൽ കൽബെന്താകും? ഒരവസരത്തിൽ അങ്ങോട്ട് ഒരു അവസരത്തിൽ ഇങ്ങോട്ട് ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇതിനുള്ളത്, കൽബിനുള്ളത്. ആ അർത്ഥം അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു മജാസിയായ പ്രയോഗം. അല്ലാണ്ട് 2 വിരലുണ്ട്, കയറലുണ്ട്, ഇറങ്ങലുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായി? തജ്സീമ് വന്നു. അപ്പോൾ ആ തക്കല്ലുമാത്ത് എങ്ങനെയാണ്? ഒരവസരത്തിൽ ഇവന്താകും നല്ല സൽസ്വഭാവമായിട്ട് കാണും, കുറച്ചൊക്കെ എന്താകും കുറ്റം കെട്ടാനായിട്ട് കാണും, കുറച്ചൊക്കെ നല്ല സൗമ്യനാകും, കുറച്ചൊക്കെ എന്താകും ക്രുദ്ധനായി ദേഷ്യം പിടിക്കുന്ന ആളാകും, ചിലപ്പം അത്യാഗ്രഹിയാകും, ചിലപ്പോൾ എന്താകും ദാഹിതാകും. മാറിക്കൊണ്ടേയിരിക്കില്ല, ഔസാഫ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല, ഒരു വിട്ടത് നിൽക്കുന്നില്ലല്ല. എന്നിട്ടല്ലേ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി എന്ന് മുത്തനബി പറയണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരവസരത്തിൽ താണതിൽ നിന്നും താണതിലേക്ക് തരം താഴുകയാണ്. അപ്പം എന്താകും? ശൈത്താന്മാരുടെ പട്ടികയിലേക്ക്, അതിൻ്റെ മേഖലയിലേക്ക് കാണും. മറ്റൊരവസരത്തിൽ അത് ഉയരുന്നു. ഇല അലായില്ലീൻ മലായിക്കത്തിൻ്റെ പദവിയിലേക്ക് ഉയരുന്നുണ്ട്. അപ്പം വമല്ലം യഅരിഫ് ഖൽബഹു, ഒരാൾ അവൻ്റെ കൽബിനെ അറിഞ്ഞില്ല. എന്തിനാന്ന് അറിയുന്നത്? യുറാഖിബഹു, അതിനെ മുറാഖബ ചെയ്യണം, വയുറാഹിയഹു, അതിനെ ശ്രദ്ധിച്ച് പരിപാലിച്ചു കൊണ്ടുപോകണം. വതറസ്സദ ലിമാ യലൂഹു മിൻ ഖസാഇനിൽ മലക്കൂത്തി അലൈഹി, മലക്കൂത്തിൻ്റെ ഖസാനയിൽ നിന്ന് ഇതിലേക്ക് എന്താന്ന് പതിയാൻ വരും. ഇതൊരു സ്ക്രീനിൻ്റെ മാതിരിയാണ്. ഡിസ്പ്ലേ ഒരു സ്ക്രീൻ ഉണ്ടാവില്ലേ, അതെന്തെല്ലാം പരിപാടി വരുന്ന അങ്ങനെ വരും. അതുപോലെ മലക്കൂത്തിൻ്റെ ഖസാഇനിൽ നിന്ന് കൽബിൻ്റെ ഉള്ളിലേക്ക് എന്തെല്ലാം ഖവാത്തിലുകൾ വരുന്നുണ്ട്, അലൈഹിയും അഫീഹിയും. അപ്പോൾ വമല്ലം എന്നതിൻ്റെ ഖബർ വരണ്ടേ? ഫഹുവ മിമ്മൻ ഖാല അല്ലാഹു തആല ഫീഹി, അവരുടെ കാര്യത്തിലാണ് അല്ലാഹു തആല പറഞ്ഞത് നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അവർ അല്ലാഹു തആലാനെ മറന്നിട്ടുണ്ട്. അപ്പം എന്തായി? അല്ലാഹു തആല അവരുടെ നഫ്സിനെ ഉറപ്പിക്കുക ചെയ്തത്. ഇതാണ് ഏത്? യഹൂലു ബൈനൽ മർഇ വ ഖൽബിഹി. അപ്പോൾ ഫഅൻസാഹും അൻഫുസഹും എന്നുള്ളത് സാബിഖോ ലാഹിഖോ നജീബനാണ്. മറ്റുള്ള ഒറ്റവാക്കി തിരിഞ്ഞുകൊള്ളുന്നില്ല, ലാഹിഖാണ്. അതായത് ഇവൻ്റെ പ്രവർത്തനത്തിനെ തുടർന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉഖൂബത്തായിട്ടോ ഒറ്റ കൊടുക്കുന്നതിനാണ് ലാഹിഖ് എന്ന് പറയുന്നത്. ഫീ ഖുലൂബിഹിം മറളുൻ ഫസാദഹുമുല്ലാഹു മറള. ആദ്യം മറളുണ്ടായപ്പോൾ മറന്നിന് ചികിത്സ കാണാണ്ട് ഒറ്റപ്പോൾ ഫസാദഹുമുല്ലാഹു മറള. ഫസാദ അള്ളാഹിനെ ചീത്തവരുണ്ടാകും. ഓതാന്നിട്ടല്ലേ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരെ കൽബിനെ അല്ലാഹു ഖതമാക്കി എന്ന് പറഞ്ഞാൽ ഖതമോടുകൂടി കൽബിനെ പടക്കലില്ല എന്നാണ്. ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലാണ് കൽബിൻ്റെ തഹാറത്ത്. ഇവിടെ എന്താക്കി? അല്ലാഹു തആല അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി അംബിയാ മുർസലീങ്ങളായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കിതാബ് ഇറക്കി. അവർ അങ്ങോട്ട് മുജാഹദ ചെയ്ത്
സാലിഹ്യങ്ങളുടെ സംഭവം മുമ്പിൽ കാണും. എന്തിട്ടും തിരിഞ്ഞു നോക്കാണ്ട് അവർ ചീത്ത പറയാൻ നടന്നാൽ എന്താക്കും? അതിന് ഒക്കുമ്പത്ത് കൊടുക്കണം. ഒക്കുമ്പത്ത് കൊടുത്തപ്പോൾ കൽബിന് ഖത്മ് കിട്ടി. അപ്പോൾ ഖത്മ് അതിൻ്റെ ഫായിൽ അള്ളാഹു തന്നെ. പക്ഷെ ഇവ കാരണം ചെയ്തിട്ടില്ലേ? അത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് അള്ളാഹു തആല ചില കാര്യങ്ങൾ എന്താകും തർത്തീബാക്കി വെച്ചിട്ടുണ്ടാവും. മരിപ്പിക്കുന്ന ആരാന്ന്? അള്ളാഹ്. ഒരാളെന്താക്കി വെടിവെച്ചവൻ്റെ പ്രവർത്തനവുമായിട്ട് ഈ മരണത്തിൻ്റെ ഒരു ബന്ധമുണ്ട്. മരിപ്പിച്ചത് അത് തന്നെ. ഓരോന്നിനോരോ ബന്ധങ്ങളുണ്ടല്ലോ. ഫഅൻസാഹും അവരെ മറപ്പിച്ച് അല്ലാഹു തആല അൻഫുസഹും ഓരോ നഫ്സിനെ. അപ്പോൾ രണ്ടാം മഖൂലായി ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അതുകൊണ്ട് ഫമഅരിഫത്തുൽ ഖൽബി വഹഖീഖത്തി ഔസാഫിഹി അസ്ലുദ്ദീൻ ആകെ വിഷയത്തിലേക്ക് എത്തിച്ച്. അതുകൊണ്ട് കൽബിനെ അറിയലും അതിൻ്റെ ഔസാഫിൻ്റെ ഹഖീഖത്ത് അറിയലും. ചിലപ്പം ഉള്ളിലുള്ള യഥാർത്ഥമല്ലാത്ത ചില ഔസാഫ് അല്ലാഹുവിൽ എന്താക്കും? ഖൈറായ കാര്യം ഷർറായിട്ടും പുറത്തു വരാം, ഷർറിന് ഖൈറായിട്ടും വരാം. അതിൻ്റെ ഖവാത്തിനനുസരിച്ച് മാറി വരും. കൽബിൻ്റെ കളറനുസരിച്ച് മാറും. പച്ച ഗ്ലാസ്സിൽ വെള്ളം വീത്തി, നല്ല ശുദ്ധ വെള്ളം വീത്തി തുറത്തു നോക്കിയാൽ വെള്ളത്തിന് കളർ എന്തായിരിക്കും? പച്ച. യഥാർത്ഥത്തിൽ കടന്നാണ്ടത് ഹഖീഖത്തുൽ ഉസ്ബ വന്നിട്ടില്ല. ഇതിലായിക്കാണ് സാബിഖ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഇവനെ ഇബ്തിലാ ചെയ്തിട്ട് സബറിൻ്റെ കൂലി കൊടുക്കാൻ വേണ്ടി എന്താക്കും? ജനിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ കൊടുക്കും. ചില ബലാകൾ മുസീബത്തുകൾ പ്രവചനിക്കുന്ന തന്നെ കണ്ണുണ തളില്ലല്ലോ. അത് ഇവൻ്റെ പ്രവർത്തനെ തൊട്ടിട്ട് ശിക്ഷയായിട്ട് കിട്ടിയല്ലോ. അപ്പോൾ ആദ്യത്തേൽ നിയമത്തിൻ്റെ ശുക്റും മറ്റേ ബലാവിൻ്റെ സബറും വരാൻ വേണ്ടിയിട്ട് എന്താക്കും? ജനിക്കുമ്പോൾ തന്നെ കൊടുക്കും സാബിഖാണ്. പ്രവർത്തനത്തിൻ്റെ കുഴപ്പം കാരണത്താൽ എന്താക്കും? അല്ലാഹു സുബ്ഹാനഹു തആല അതിന് ലായിക്കുന്നത്. ആ സാബിഖുല്ലാഹിക്ക് മനസ്സിലാക്കിയാൽ അത് അല്ലാക്കിയിട്ടല്ലേ എന്ന് പറഞ്ഞാൽ ആ ആക്ഷേപമാക്കുന്നു. അല്ല സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പറയേണ്ടത്? ആ ചോദ്യമില്ല. അതുകൊണ്ട് അപ്പം മാരിഫത്തുൽ കൽബി കൽബിനെ തന്നെ അറിയല്, ഹഖീഖത്തി ഔസാഫിഹി അതിൻ്റെ ഔസാഫിൻ്റെ ഹഖീഖത്ത് അറിയലും അസ്ലുദ്ദീൻ ദീനിൻ്റെ അസ്ലാകുന്നു. വസാസു തരീഖി സാലിക്കീൻ സാലിക്കീങ്ങളെന്ന് എല്ലാ മുഅ്മിനീങ്ങളും സാലിക്കീങ്ങളാണ്. പക്ഷെ അസാലിക്കീന എന്ന് പറഞ്ഞ സൂഫിയാക്കളൊരു ഇസ്ലാമുണ്ട്. അള്ളാഹുവിൻ്റെ മാരിഫത്ത് കരസ്ഥമാക്കണം, തൻ്റെ കൽബിൻ്റെ ഹിജാബ് നീങ്ങണം, കൽബിൽ അൻവാർ ഇറങ്ങണം എന്ന പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് ചില പ്രത്യേക പ്രവർത്തനങ്ങളിൽ മുഴുകും, ചില ആദാബുകളിൽ. അപ്പോൾ അബ്ദ് അല്ലാഹു തആലാക്ക് വേണ്ടി ചെയ്യുന്ന പണിക്കെന്താ പറയും? സുലൂക്ക്. അല്ലാഹു തആല ഇങ്ങോട്ട് കൊടുക്കുന്നതിന് എന്താ പറയും? ജദ്ബ്. അപ്പോൾ ജദ്ബ് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് എന്നല്ല അർത്ഥം. ഭാഷാർത്ഥത്തിലും അർത്ഥമില്ല. ആകർഷിക്കാന്നേ അർത്ഥമുള്ളൂ. ഇവിടെ കാന്തം വെച്ചു, ഇവിടെ ഇരുമ്പം വെച്ചാൽ എന്താക്കും? കാന്തം അങ്ങോട്ടേക്ക് വലിക്കും. അപ്പോൾ ജദബൽ മനാതീസുൽ ഹദീദ് കാന്തം ഇരുമ്പിനെ വലിച്ചു, ഇവിടെ ജദ്ബ്. അപ്പം അള്ളാഹുവിൻ്റെ അൻവാർ വന്നിട്ട് നീളൊന്നും നിൽക്കണ്ട, ഇങ്ങോട്ട് പൊരി എന്നിട്ട് കൽബിൽ അങ്ങോട്ട് വലിക്കലുണ്ട്. അൻവാറു തബജ് സബബായിക്കൊണ്ടാണ് അള്ളാഹു തആല എന്താക്കല്? അൻവാറിൽ മുവാജഹത്ത് കൊടുക്കല്. ചിലപ്പോൾ അത് സബബ് എന്നുള്ള ഇല്ല, ചിലപ്പോൾ ഇല്ലാണ്ട് അള്ളാഹു തആല എന്താക്കും? മൊത്തത്തിൽ തിരഞ്ഞെടുക്കും. അള്ളാഹു യജ്തബീ മയ്യശാഉ വയഹ്ദീ ഇലൈഹി മയ്യുനീബ്. അവിടെ മയ്യശാവുവിൻ്റെ കൊണ്ട് അവിടെ കൊളുത്തിന്, അത് നിങ്ങളെ പങ്കില്ല, ഓനെ വശിയത്ത. മറ്റേത് വയഹ്ദീ ഇലൈഹി മയ്യുനീബാന്ന് ഇപ്പോഴും ഇനാബത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനാബത്താകുമ്പോൾ എന്താക്കണം? ഷഹാദത്തിൽ വിശ്വസിക്കണം, നിക്കരിക്കണം, നോമ്പ് നോക്കണം, ഹജ്ജ് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം, സദഖ കൊടുക്കണം, എല്ലാം കൊടുക്കണം. അപ്പം മഞ്ഞുനി പോയിട്ട് അങ്ങനെ അപ്പം തെറ്റ് പറ്റി ഉടനെ പൊറുപ്പിക്കണം. അവർക്ക് ഹിദായത്ത് കൊടുക്കും. അതെ, സുലൂക്കിന് ശേഷം. അതാണ് തരീഖു സാലിക്കീൻ. സാലിക്കീങ്ങളുടെ തരീഖിൻ്റെ അടിസ്ഥാനപരമായൊരു ബേസിക്കലാണ് ഇത്. കൽബിനെ അറിയുക എന്നുള്ളൊരു വളരെ സബ്ജക്റ്റാണ്. അതാണ് മൂപ്പറ ചർച്ചയിൽ വരുന്നത്. അല്ല, സുലൂക്കിന് ശേഷം സുലൂക്ക് ചെയ്തിട്ട് ജദ്ബ് കരസ്ഥമാക്കൽ. അള്ളാഹു യജ്തബീ മയ്യശാഉ. അവിടെ യജ്തിബായി എന്തുകൊണ്ടില്ല? അബ്ദിന്റെ പണിയേറ്റ് കൊളുത്തിയിട്ടില്ല. യജ്തബീ മയ്യശാഉ വയഹ്ദീ ഇലൈഹി മയ്യുനീബ്. യഹ്ദീന്റെ മഫ്ഊൽ ഏതാണ്? മയ്യുനീബ്. ഇനാബത്ത് ഷർത്താക്കി വെച്ചിട്ടുണ്ട്. ഇനി വൈദ് ഫറഗ്ന വൈദാന്ന് വേണ്ട, ഇരുന്നേ കൊണ്ടു.
വഇദ് ഫറഗ്നാ മിനശ് ശത്റിൽ അവ്വലി മിൻ ഹാദൽ കിതാബ്, ഈ കിതാബിന്റെ ശത്റുൽ അവ്വൽ തീർന്നു എന്നാ പറയുന്നു. എന്താ ശത്റുൽ അവ്വല്? നാഹിറുമായി ബന്ധപ്പെട്ട ഇബാദാത്തും ആദാത്തും കഴിഞ്ഞു. 4 മുജല്ലദേ ആകുള്ളത് അതിനെ പറഞ്ഞത്. അപ്പൊ പകുതിയാകുമ്പോ 1ഉം 2ഉം കഴിഞ്ഞു. എന്താണ്? മിനൻ നളിരി ഫീമാ യജ്രി അലൽ ജവാരിഹി മിനൽ ഇബാദാത്തി വൽ ആദാത്ത്. അതാ ഒന്നാമത്തെ ജുസ് ഇബാദാത്ത്, രണ്ടാമത്തെ ജുസ് ആദാത്ത്. അത് ജവാരിഹിലാ കാണപ്പെടുക. അത് കഴിഞ്ഞതിന് ശേഷം അതാണ് വഹുവൽ ഇൽമുൽ ലാഹിർ, ലാഹിറ ഇൽമാണ്. വഅദിന, അപ്പോൾ ഒരു കാരണം. രണ്ടാമത്തത് വഅദിന അൻ നശ്റഹ ഫി ശത്രി സാനി, രണ്ടാമത്തെ ശത്രിൽ നാം വ്യാഖ്യാനിക്കാൻ നമ്മൾ ഏറ്റിട്ടുണ്ട്. മാ യജ്രി അലൽ ഖൽബി, ഖൽബിന്റെ മോളിൽ ഒഴുകുന്ന സാധനം. ഇതിനാൽ മിന സിഫാത്തിൽ മുഹ്ലിക്കാത്തി വൽ മുൻജിയാത്തി, മുഹ്ലിക്കാത്തായ സിഫാത്തും മുൻജിയാത്തായ സിഫാത്തും. അപ്പം എന്തായി? 3ഉം 4ഉം ജുസായി. തർത്തീബ് ഓർക്കുന്നില്ല. വഹുവൽ ഇൽമുൽ ബാത്തിൻ, ബാത്തിനായ ഇൽമെന്നത്. ഫലാ ബുദ്ദ, അതാ കൂടാണ്ട് കഴിയൂല. അൻ നുഖദ്ദിമ അലൈഹി കിതാബൈനി, അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് 2 കിതാബ് മുന്തിക്കണം. ഒന്നേതാ? കിതാബ ഫി ശറഹി അജായിബി സിഫാത്തിൽ ഖൽബി വ അഖ്ലാഖി, ഖൽബിന്റെ സിഫാത്തിന്റെയും അഖ്ലാഖിന്റെയും അജായിബ് വ്യാഖ്യാനിക്കുന്ന ഒരു കിതാബ്. വ കിതാബം ഫി കൈഫിയത്തി റിയാലത്തിൽ ഖൽബി വ തഹദീബി അഖ്ലാഖി, ചീത്തയായ കൽബുകളെ പിടിച്ചിട്ട് അതിനെ റിയാല ചെയ്ത് പ്രാക്ടിക്കലാക്കിയിട്ട് എന്താണോ നല്ലതിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ. ഇപ്പം റിയാല എന്ന് പറഞ്ഞാൽ ജിന്നിനെ കാണാനുള്ള റിയാല അല്ല. അസ്മാകാർ പറയുന്ന റിയാല അത് വേറെ ഉണ്ട്. അത് വേറൊരു ഇസ്ലാഹാണ്. അത് മമ്പയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താന്ന്? ഒരു പ്രത്യേക ദിക്റിന്റെ വിഭാഗം എടുത്തിട്ട് ചില വദായിഫെല്ലാം കൂട്ടിയിട്ട് ചൊല്ലി പഠിക്കുന്ന അത് റിയാലാന്ന്. അത് വേറെ. അതിന് റിയാലാന്ന് ഇസ്ലാഹുണ്ട്. സൂഫിയാക്കളുടെ അടുക്കൽ ഒരു മധുമൂമായ സ്വഭാവം മാറിയിട്ട് അതിന് പകരം എന്താക്കണം? ഒരു മഹമൂദായ സ്വഭാവമാക്കി മാറ്റണമെങ്കിൽ കുറച്ച് അധ്വാനിക്കാനുണ്ട്. ആ അധ്വാനത്തിൻ്റെ വേണ്ടി പരിശീലിപ്പിക്കലാന്ന് റിയാല. അപ്പം വെള്ളത്തിലിറങ്ങാത്ത ഒരാളെന്താക്കണം? നീന്താൻ പഠിപ്പിക്കുന്ന പരിപാടി ചെയ്യും. വെള്ളത്തിൻ്റെ കരക്ക് കൂടി പോകുമ്പോൾ പേടിയാവുന്ന ആളുണ്ടാവും. ഓനെ വെള്ളത്തിലിട്ടിട്ട് എന്താക്കും? നീന്തിച്ചിട്ട് നീന്തൽ വിദഗ്ധനാക്കി മാറ്റും. വണ്ടിക്കാരൻ പഠിക്കുന്ന ഡ്രൈവറാക്കി മാറ്റല്. ചുരുക്കത്തിൽ റിയാല കൊണ്ട് എന്താക്കാം? മാറ്റിയെടുക്കാൻ കഴിയുന്ന ആ കൽബിനെ മാറ്റിയെടുക്കുന്ന രീതി എങ്ങനെ? അതിന് തഹദീബുൽ അഖ്ലാഖ്. അവിടെ നിന്നുണ്ടാക്കും. അപ്പോൾ 2 കിതാബില്ലേ? സുമ്മ നന്തഫിഉ ബഅദ ദാലിക ഫീ തഫ്സീരിൽ മുഹ്ലിക്കാത്തി വൽ മുൻജിയാത്ത്. ആ 2 കിതാബും കഴിഞ്ഞിട്ടായിരിക്കും എന്താക്കല്? മുഹ്ലിക്കാത്തും മുൻജിയാത്തും തഫ്സീലാക്കുക. അതുകൊണ്ട് ഫൽനദ്കുരില്ലാന മിൻ ശർഹി അജായിബിൽ ഖൽബി, അതാ അജായിബുൽ ഖൽബിന്റെ വ്യാഖ്യാനം നമ്മൾ പറയാൻ തുടങ്ങിട്ട്. ബി തരീഖി ലർബിൽ അംസാൽ, ലർബുൽ അംസാൽ കൊണ്ടേ പറയാൻ കഴിയും. ഇങ്ങനെ എടുത്ത് മിസാൽ കാണിക്കാനോ വരച്ച് കാണിക്കാനൊന്നും കഴിയില്ല. ലർബുൽ മിസാലി മാ യുഖദ്ദിബു മിനൽ അഫ്ഹാ, മനസ്സുകളിലേക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ള ലർബുൽ അംസാൽ. അതുകൊണ്ട് ഫഇന്ന തസ്രീഹ ബി അജായിബിഹി വ അസ്റാറിഹി ദാഖിലത്തി ഫി ജുംലത്തി ആലമിൽ മലക്കൂത്ത്, ആലമുൽ മലക്കൂത്തിന്റെ പട്ടികയിൽപ്പെട്ട ഇതിന്റെ അസ്റാറുകളും അജായിബുകളും വെളിവാക്കി പറയൽ എന്നുള്ളത് മിമ്മ യഖില്ലു അൻ ദർക്കിഹി അക്തറുൽ അഫ്ഹാം, ഭൂരിപക്ഷം ആളുകളുടെ ഫഹമും അത് ഇദ്റാക്ക് ചെയ്യുന്ന തൊട്ട് തളർന്നു പോകുന്നതാണ്. കൊത്തം കൊണ്ടെത്തുമ്പോൾ ഒന്നും തിരിയില്ലെന്ന് പറയും. അതുകൊണ്ട് മിസാലാക്കൽ മഹസൂസായ മിസാലാണ്. അത് പഠിപ്പിക്കുന്ന മെത്തേഡാണല്ലോ. ഇത് മാനവീയായ ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ എന്തോണോ? മഹസൂസായ മിസാലെടുത്തിട്ട് അതിനോട് ഖിയാസാക്കിയിട്ട് പഠിപ്പിക്കല്. അത് ഹദീസിൽ തന്നെ കാണാല്ല. എന്താ? നമ്മൾ 4 ജവാരിഹി കഴിയും, മുഖവും കയ്യും തലയും കാലെല്ലാം കയറ്റി കയറുമ്പോഴേക്ക് ദോഷത്തിൽ നിന്ന് മുക്തനായി എന്നാണ്. എങ്ങനെയാ ഇതൊരു മാനവീയായ കാര്യമാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി? മഹസൂസിനോട് മിസാലാക്കി. നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തോടി ഒരു പുഴ എടുക്കുന്നുണ്ട്. 5 നേരം പോയിട്ട് അയാളെന്താക്കും? കുളിച്ച് വൃത്തിയായിട്ട് കയറും. ആല്യമ്പക്കാമിന്ദറനിഹി ഷൈഖുൻ, അയാളെ തടിയിൽ എനിക്ക് അക്ഷരവാക്കി ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. എന്താ ഉത്തരം? എന്നാ ഇതുപോലെ തന്നെ 5 നേരം ഒന്നും ഉണ്ടാക്കിയാൽ ദോഷങ്ങൾ കുറച്ചു. അത് തഹലീമിൻ്റെ മെത്തേഡാണ്. അതുപോലെ വ്യക്തമായതിൽ നിന്ന് അവ്യക്തമായതിലേക്ക് കിടക്കല്, എളുപ്പമുള്ള സംഗതിയിൽ നിന്ന് കടുപ്പയിലേക്ക് കയറില്ല. ഈ സൂചിക്ക് നൂല് വെക്കാൻ എന്താക്കല്? നൂലെ പോയിക്കൊന്നും പോവില്ല. ആ സൂചി ലോട്ടറി വിൽപ്പത്തിന് എന്താക്കണം? തലയിങ്ങനെ നിർപ്പിക്കണം. കണ്ടാ? നേർപ്പിച്ച് അതിൽ കൊടുത്തിട്ട് അപ്പുറം ലേശം കയറി കിട്ടിയാൽ പിന്നെ വിളിച്ചോളാം. അതൊരു മിസാലാണ്.
അപ്പം അധിക ബുദ്ധിജീവികൾക്കും പുത്തം കിട്ടാത്തത് കൊണ്ട് മിസാലാക്കിയിട്ടേ പറഞ്ഞാലേ ഉള്ളൂ. ആ ഇനി ബയാനു മാനൻ നഫ്സി വറൂഹി വൽ ഖൽബി വൽ അഖൽ. എത്ര കലിമത്ത്? 1 നഫ്സ്, 2 റൂഹ്, 3 ഖൽബ്, 4 അഖൽ. ഈ 4 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എല്ലാം മുത്തറാദിഫാണോ? എല്ലാം വ്യത്യസ്തങ്ങളായ അർത്ഥമുള്ളതാണോ? അങ്ങനല്ലേ? വമാഹുവൽ മുറാദു ബിഹാദിഹിൽ അസാമി. ഈ പേരുകൾ പ്രയോഗിക്കലിലൂടെ എന്താണ് മുറാദാകുന്നതെന്നും. ഏലം അന്ന ഹാദിഹിൽ അസ്മാൽ അർബഅ, ഈ 4 പേരില്ലേ, നഫ്സ്, റൂഹ്, അഖൽ, ഖൽബ്, അഖൽ, തുസ്തഅമലു ഫീ ഹാദിഹിൽ അബ്വാബ്, നമ്മളെ വരാൻ പോകുന്ന ബാബിൽ സാധാരണ ഉപയോഗിക്കും. നഫ്സ്, അഖൽ. വയഖില്ലു ഫീ ഫുഹൂലിൽ ഉലമായി, ഉലമാക്കന്മാരുടെ കൂറ്റന്മാർ എന്ന് പറഞ്ഞാൽ അതിൽ പ്രഗത്ഭന്മാരായ ആളുകളിൽ കുറവാണ്. മൻ യുഹീതു ബിഹാദിഹിൽ അസാമി, ഈ ഇസ്മുകളുടെ പൂർണ്ണമായ അർത്ഥമാണ്. ഇത് വേറെണ്ടാവും. മിന്നാലുണ്ടല്ലേ? അത് കുറച്ച് പിഴവ് കാലിപ്പുണ്ടാവും, നോക്കിയാൽ മതി. ഒന്നേരം മനസ്സിലായില്ലേ? വഖ്തിലാഫി മഹാനിഹ, അതിൻ്റെ മാന ഇങ്ങനെ മാറി വരും. ഒരു സ്ഥലത്ത് പ്രയോഗിക്കുമ്പോൾ പ്രയോഗമെല്ലാം മറ്റു സ്ഥലത്ത് വരിക, മാന മാറി വരും. ഈ എല്ലാം കലിമത്തോട്ട് എവിടെ വരില്ല. അവാരിഫിൽ മാരിഫ് സാധാരണ നഫ്സ്, ഖൽബ് 3 മിക്കവാറും തിരിപ്പിക്കുന്നുണ്ട്. നഫ്സ്, ഖൽബ്, റൂഹ്. അത് കൽബിൻ്റെ ഓരോ മേഖലയാക്കിയിട്ട് സങ്കല്പിക്കുന്നു. മൂപ്പർ പറയും ചണ്ട കൂടുന്ന അവസരത്തിൽ നഫ്സും തമ്മിൽ ഏറ്റുമുട്ടാൻ പാടില്ല, അവിടെ കുഴപ്പമുണ്ടാവും. നഫ്സും റൂഹും തമ്മിൽ ഏറ്റുമുട്ടണം എന്ന് പറഞ്ഞാൽ ഏത് അർത്ഥം തന്നെ? അത് നമ്മ പണ്ട് ചാർട്ട് വെച്ചിട്ടുണ്ടാക്കിയില്ല, ഞങ്ങൾക്കുണ്ടാവുക. ചാർട്ട് വെച്ചിട്ടുണ്ടാക്കി അത് റക്കമയ്യായ അംസാലുകളാക്കിയിട്ട് കണ്ടെടുത്ത് വേഗം തിരിഞ്ഞു ോട്ട്. വഹുദൂദിഹ, അതിനെ താരീഫ് മുസമ്മയാത്തിഹ, ഇസ്മുണ്ടാകുമ്പോൾ മുസമ്മ ഉണ്ട്. ആ മുസമ്മ എന്താണ് ഇവിടെ? വാക്കസറുൽ അഗാലീത്തി, പിഴവുകളിൽ മുട്ട ഭൂരിപക്ഷവും മൻസൗഹൽ ജഹിലു ബിമാന ഹാദിഹിൽ അസാമി, ഈ പേരുകളുടെ മാന കൊണ്ടുള്ള ജഹിലാണ് ഏത് പിഴവിൻ്റെ ഉത്ഭവം. വബിസ്തിറാക്കിഹ ബൈന മുസമ്മയാത്തിൻ മുഖ്തലിഫത്തിൻ, മുഖ്തലിഫായ വ്യത്യസ്തങ്ങളായ മുസമ്മാത്തിൻ്റെ ഇടയിൽ ഇത് മുസ്തറക്കായ ലഫ്ദുമാണ്. അന്നേരത്തെ പറഞ്ഞില്ലേ ഖദീമ് എന്നുള്ളതൊരു മുസ്തറക്കാണ്. ഹാദിസായ വസ്തുക്കളിൽ ഒരു കൊല്ലം പഴക്കമുള്ളതിന് ഖദീമ് എന്ന് പറയുമെന്നാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് എൻ്റെ ഖദീമായ അബ്ദ് ഹുറാണ് എന്നൊരാൾ പറഞ്ഞാൽ എന്താകും? ഒരു കൊല്ലം അയാളെ മിൽക്കിൽ കഴിഞ്ഞു കൂടിയാൽ അത് ഹുറാവും. അമീർക്ക് കൂടിയ ഓതിയ കിതാബ് ജവറത്ത് തൗഹീദിൻ്റെ ശറഹിൽ അള്ളാഹുവിൻ്റെ ഖദീമ് പറയുമ്പോൾ എൻ്റെ ഖദീമായ വസ്ത്രങ്ങളൊക്കെ സദക്ക ചെയ്യണമെന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഒരു കൊല്ലം അയാളെ കസ്റ്റഡിയിലുള്ള വസ്ത്രങ്ങളൊക്കെ എന്താക്കും? സദക്ക ചെയ്യണം. ആ ഖിദമിൻ്റെ മാനയും മറ്റൊരു ഇഷ്ടിക്കാറില്ലാതെ കണ്ട് സ്വയം നിലനിൽക്കുന്ന അള്ളാഹുവിൻ്റെ ദാത്തിനെ പറ്റിയും ഖദീം എന്ന് പറയും. അപ്പം ഖദീമിൻ്റെയും ഹാദിസിൻ്റെയും ഇടയിലും മുസ്തറക്കാന്നേത് ഖദീം എന്നൊരു സാധനം. ഹാദിസിൻ്റെ ഖദീമിൻ്റെ ഇടയിൽ പറയും ഖിദം. അപ്പം ഹാദിസിൻ്റെ പറയുന്ന ഖിദമല്ല ആർക്കുള്ളത്? അള്ളാഹ്ക്ക് പറയുന്നത്. അതുകൊണ്ടാണ് സൂഫിയാക്കൾ അർവാഹ് ഖദീമാണ് എന്ന് പറഞ്ഞ് പേച്ചു എന്ന് പറഞ്ഞതിൻ്റെ മറുപടി സൂചിമാൻ മറുത്തത്. അപ്പം മുസ്തറക്കായ ലഫ്ള് ഇവിടെ ഏതാണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് വനഹനു നശ്റഹു മിൻ മആനി ഹാദിഹിൽ അസ്മാഇ മാ യതഅല്ലഖു ബിഗർളിന, നമ്മുടെ ബാബിൻ്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താക്കി ഇവിടെ വ്യാഖ്യാനിക്കും. അൽ ലഫ്ളുൽ അവ്വലു ലഫ്ളുൽ ഖൽബി, ഖൽബ് എന്ന് പറഞ്ഞാൽ ലഫ്ളാണ് ആദ്യത്തേത്. അതാ വേഗം മനസ്സിലാക്കാൻ തന്നെ മനുഷ്യനിക്ക് പറയപ്പെടുന്ന എല്ലാ സാധനത്തിലുണ്ട്. ഒന്ന് ജിസ്മാനിയായ സാധനമുണ്ട്, ആലമുൽ മുൽക്കിൽപ്പെട്ടത്. മുൽക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത്, അതിലേക്ക് ചേർക്കപ്പെടുന്ന ചില അംഗങ്ങളുണ്ട്. അപ്പോൾ തന്നെ എന്തുണ്ട്? ആലമുൽ മലക്കൂത്തിലേക്ക് ചേർക്കപ്പെടുന്ന ചില അംഗങ്ങളുണ്ട് അതേ പേരിൽ. അപ്പോൾ എല്ലാം കണ്ട് മുൽക്കി മലക്കൂത്ത് എന്തെന്തോടാ രണ്ട് ഭാഗത്തേക്കും പേരൊന്നാം. അപ്പം കൽബ് അങ്ങേക്ക് നോക്കിയാൽ ജിസ്മാനി, കൽബ് റൂഹാനി.
അല്ല കൽബുൽ ഹിസ്സി, കൽബുൽ മാനവി, അല്ല കൽബുൽ മുൽക്കി, അല്ലെങ്കിൽ കൽബിൽ മലക്കൂത്തി. അപ്പൊ കൽബിന് രണ്ടർത്ഥം ഇല്ലേ? അപ്പോൾ ഈ മുൽക്കി എന്താന്ന് പറയല്? അത് പര്യാപ്താസ്പത്തിലുണ്ടായിരുന്നു. ശസ്ത്രക്രിയ. ഈ പറയപ്പെടുന്ന മലക്കൂത്തിയായ കൽബുണ്ടാവില്ല, ആ ഡേടിയും കാണുന്നു. കൽബല്ലാത്ത ജവാദിൽ പറയുന്നുണ്ടല്ലോ, കയ്യും കാലെല്ലാം മിക്കവാറും ബാത്തിനായ അംഗങ്ങളെ എണ്ണാറുള്ളൂ എന്ന് മാത്രം. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അപ്പൊ അയ്യുനുൻ എന്ന് പറഞ്ഞ ആ സുബൂത്താക്കി കൽപ്പേത കണ്ണേതാണ്. കയ്യും കാലും ലാഹിറായ അംഗമായതിൻ്റെ പേര് അത് ഖുർആൻ മിക്കവാറും രണ്ടിലും കുറവാണ്. ബിമാ കസബത്ത് ഐദീഹിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. മുറുകയുണ്ടല്ല, കാലിൽ ഉൾപ്പെടൂലേ, നാവ് ഉൾപ്പെടൂലേ. മിക്കവാറും ബാത്തിനിയായ, അതായത് ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന എന്താന്ന് പറഞ്ഞാൽ മൂന്നെണ്ണമാണ് ഗാലിബിൽ എണ്ണലി. കയ്യില്ലാത്താക്കും ഈ മൂന്നെണ്ണം നടക്കാമല്ലോ. അത് നോക്കാം. ആഹദുഹുമാ അല്ലഹം, ആദ്യത ഇടുന്ന ജിസ്മാനി. അല്ലഹമു സനൂബരിയു ശക്കിൽ. സനൂബരി ശക്കിൽ എന്ന് പറഞ്ഞാൽ ഈ ദേവദാര മരം എന്ന് പറഞ്ഞാൽ മുറ്റത്തെല്ലാം, ചില വീട്ടിൻ്റെ മുറ്റത്തെല്ലാം വളർത്തിയിട്ട് കാണും. അതിൻ്റെ ഷേപ്പ് ദൂരത്ത് നോക്കിയാൽ എന്തായാലും ഇങ്ങനെ കുറുത്തിട്ട് ഒരു ഉരുണ്ട പോലെ തിരിച്ചുമില്ല അങ്ങ്. പക്ഷെ അതിൻ്റെ ഉള്ളിലെ വടവും തിരിവും മുളവെല്ലാം ഉണ്ടാവും. പക്ഷെ അതിന് മുക്തസിദ്ധിൻ്റെ അമല് പോലെയാണ്, ഒരു ഭാഗം ഒപ്പിക്കലാണ്. ഉരുളങ്കല്ലുകൊണ്ട് പാതകം കെട്ടിയാൽ കൃത്യം നിലയിൽ ഒഴുകുക. പക്ഷെ ദൂരത്ത് നോക്കുമ്പോൾ നല്ല ലെവല് കാണുന്നില്ല. അത് മുക്തസിദ്ധിൻ്റെ അമല് പോലെ എല്ലാം നല്ല സലാഹുണ്ടെന്ന് തോന്നുന്നു. ചിക്കി പരിശോധിച്ചാലോ ഒന്നും എടുക്കാനുണ്ടാവില്ല. ആ ലെവലിൻ്റെ ഹക്ക ലെവലിൻ്റെ തഹ്തീക്കുൽ ലെവലുണ്ടല്ലോ, എടുക്കാൻ കഴിഞ്ഞാൽ ഒന്നും ആവില്ല. അപ്പോൾ സനോപരി എന്ന് പറഞ്ഞാൽ ദേവതാരം വരമെന്നാ പറയലേ. ദേവതാരം ഒരു ഔഷധമാണെന്നല്ലാണ്ട് അതിന് ദേവനുമായിട്ടൊരു ബന്ധവുമില്ല. അതുകൊണ്ട് മന്തിക്കോണിൽ അടിക്കാൻ വേണ്ടി കൊണ്ടുപോയി ഇന്നും വേണ്ട. എന്തിന്? എന്നിട്ട് 1000 റുപ്യ വാങ്ങി ജനങ്ങളുടെ കൊള്ളി കണ്ടിട്ടില്ലേ? അങ്ങനെയൊന്നും അർത്ഥമില്ല. എന്താ ചെതല് പിടിക്കില്ല എന്നുള്ള ഹോറുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നറിയോ? രൂക്ഷമായ ഒരു എണ്ണ ഉണ്ടായിരുന്നു, ദേവതാര തൈലം. അത് മാറ്റിയെടുത്താൽ അത് പെണ്ണാക്കായിട്ട് പോകും, എണ്ണ വേറെ കിട്ടുകയും ചെയ്യും. നമുക്കെന്നെ ഉണ്ടാക്കാൻ കഴിയും. ഏതുപോലെ ചന്ദനത്തിൽ നിന്ന് ചന്ദന തൈലെടുക്കുന്നത് പോലെ അത് ഈ കൃമികൾക്ക്, അതുപോലെ മുടി കൊഴിച്ചലിന്, പിന്നെ താരം വന്നിട്ട് തിന്നു തീർക്കുന്നില്ല പുഴുക്കടി, അതിന് ഉപയോഗിക്കാം. വേദനക്ക് ഉപയോഗിക്കാം. കൊപ്പിയിലാക്കിയാൽ ഫുള്ളായി നിറക്കാൻ പാടില്ല, കുറച്ച് വികസിച്ചിട്ട് പൊട്ടും. ദേവതാര തൈലം അങ്ങോട്ട് ഉണ്ടാക്കി നോക്കില്ല, ഒന്നും മുതലാവില്ല. പക്ഷെ അത് മുതലാകാത്തോണ്ട് കമ്പനിക്കാരുണ്ടാക്കല്ലേ. ഇപ്പോൾ ഈ കൊല്ലം സൂചി ഉണ്ടാക്കിയാൽ മതി ചെയ്യുന്നത്. 10 റുപ്യ എടുത്താൽ പരിപ്പോടെ കിട്ടും അല്ലേ? 10 റുപ്യ മുതലിട്ടിട്ട് ഒറ്റ ചുടാൻ നോക്കിയിട്ടാൽ കിട്ടൂല. അതാ സനോപരി ശക്കിലായ ഒരു ലഹമാണ് എന്നാ പറഞ്ഞത്. അപ്പൊ ഇതേതല്ല, മാനവിയല്ല. അൽ മൂദഉഫിൽ ജാനിബിൽ ഐസർ മിന സദർ, നെഞ്ഞിന്റെ ഇടഭാഗത്താണ് അതിന്റെ ഫിറ്റിങ്. അല്ല വളരെ കറക്റ്റാ, അല്ല ഇടയല്ലേ? ഇതാണ് പരിഹാരം. വഹുവ ലഹമും മഖ്സൂസ്, അതൊരു പ്രത്യേക രീതിയിലുള്ള മാംസമാണ്. വഫീ ബാത്തിനിഹി തജീഫൻ, അതിന് കുറേ ഉള്ളറകളുണ്ട് എന്നാണ്. 4 അറകളില്ലേ? ഇങ്ങനെ 4 തിരിച്ചാൽ 1 2 3 4 അറ. വഫീ ദാലിക തജ്വീഫി ദമുൻ അസ്വദു, കറുത്ത രക്തമുണ്ടെന്ന്. അത് ഒരു ഭാഗത്തേക്ക് കൂടി ശുദ്ധ രക്തം വരും, മറ്റു ഭാഗത്തേക്ക് കൂടി ശുദ്ധീകരിച്ചിട്ട് എന്താക്കും? പമ്പ് ചെയ്തിട്ട് അയക്കും. പമ്പിങ്ങിൻ്റെ പണി. വഹുവ മംബഉ റൂഹി വ മഅദിനുഹു, അതാണ് ജീവന്റെ മംബഅ്. അപ്പം അതിന് കേട് പറ്റിയാൽ എന്താകും? ജീവൻ അപകടത്തിലാവും. വലസ്ന നഖ്സിദുൽ ആന ശറഹ ശക്രിഹി വ കൈഫിയത്തി, അതിൻ്റെ ശക്ലോ കൈഫിയത്തോ ഏത് കാർഡിയോളജി പറയൽ നമ്മളെ മക്സൂദയല്ല. അത് ആസ്പത്രി പോയി പഠിച്ചോളാം, അവിടെ വെക്കണം. അല്ലെങ്കിൽ മറ്റേ റൂഹിന് അർത്ഥം വെച്ചാൽ മറ്റേ റൂഹ് ഇതിലേക്ക് എഹ്തിയാജുള്ള സാധനമൊന്നുമല്ല. അതിൻ്റെ നിലനിൽപ്പിന് അത് ആവശ്യമില്ല. ചില പ്രവർത്തനങ്ങൾ വേണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ ആലത്ത് വേണം. അല്ല നേരത്തെ പറഞ്ഞേ, റൂഹ് ഇതിന് ആലത്തായിട്ട് ഉപയോഗിക്കുന്നു. ഒരു ആശാരി ജീവിച്ചിരിക്കണമെങ്കിൽ ഉളിയും മുട്ടിയും വേണ്ട.
വേണോ? അതേ അവസരത്തിൽ അയാളെ പണിയെടുക്കണമെങ്കിൽ ഒളിയും മുട്ടിയില്ല പണി ലീവാവും. വേറെ കൊത്തുന്നാക്ക് മുഖെടുക്കാണ്ട് വന്നാൽ അയാൾക്ക് കൊത്താൻ കഴിയില്ല. ഇനി ഇതില്ല തത്താലക്കും ബിഹിൽ അഗ്റാദു ദീനിയ, ദീനിയായ ലക്ഷ്യം അതിനോടൊന്നും മതിക്കൂല. അത് കാർഡിയോളജി പറഞ്ഞോളാം. വൈന്നമായ തഅല്ലക്കും ബിദാലിക അഗ്റാദുൽ അത്തിബ്ബാ, ഡോക്ടർമാരുടെ വറന്നാണ് അതുമായിട്ട് ബന്ധം. ഇതെന്നുണ്ട് വഹാദൽ കൽബു, ഈ പറയപ്പെട്ട തരത്തിലുള്ള കൽബ് മൗജൂദുൽ ബഹായി, മൃഗങ്ങൾക്കുണ്ട്. കണ്ടോ? ബൽഹുവ മൗജൂദുൽ മയ്യിത്ത്, മയ്യിത്തായ മനുഷ്യന് അതുകൊണ്ട്. അതിലെ പറഞ്ഞ എല്ലാം ഉണ്ട്, പക്ഷെ എന്തോ ഒന്നില്ല, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തോ ഒന്നില്ല. അതാണ് റൂഹ്. അതല്ല റൂഹിന് താരീഫ് പറയാൻ കഴിയുന്ന വെച്ചാൽ താരീഫ് പറയാൻ കഴിയില്ലല്ലോ. എന്താ പറയില്ലേ? ചിലർ പറഞ്ഞ എന്താന്ന്, ഹയ്യായ മനുഷ്യനെയും കടത്ത് മയ്യത്തായ മനുഷ്യനെയും കടത്തിയിട്ട് ഇവനിൽ അതുണ്ടോ കണ്ണുണ്ട്, ചെവിയുണ്ട്, തലയുണ്ട്, മൂക്കുണ്ട്, എല്ലാം കൊല്ലും മൂക്ക്. അത് അസവം അല്ലേ? അപ്പം പിന്നെന്താ വ്യത്യാസം? ഇയാളിലുള്ള എന്തോ ഒന്ന് അയാളിൽ ഇല്ല. അതുകൊണ്ട് ഇയാൾ ഹയ്യാണ്, മറ്റയാളത് മയ്യത്താണ് എന്നല്ലേ? അതാരും കൊണ്ടുപോയി ും മലക്കുൽ മുത്തലതി ഉക്കി ലഭിച്ചു, മലായിക്കത്ത് കൊണ്ടുപോയിച്ചു. നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയൂല. അതിന് പ്രത്യേക നമുക്ക് കൈകാര്യം ചെയ്യും. ഏത് ശരീരം കുളിപ്പിക്കുക, കഫൻ ചെയ്യാം, ഇതല്ലേ? മറ്റു ചിലർ പറഞ്ഞെന്താന്ന്, അൽ ഹഖീഖത്തുൽ അനാനിയത്തുല്ലത്തി യൻസബിലിഹ ജമീഅ മാ ഫിൽ ഇൻസാൻ, മനുഷ്യനിക്ക് ഉണ്ട് എന്ന് പറയുന്ന ഒരു അവകാശവാദം പറയുന്ന വസ്തുണ്ടല്ലോ, ഇല്ലാഫത്താക്കിയിട്ട്. അതിൻ്റെ ആ മുലാഫിന് ഇലഹിയാരാന്നു ഒരാൾ കെട്ടു. ഇതെന്താ പറയേ? ആരാണ്? എൻ്റെ കണ്ണ്. അത് എൻ്റെ എന്ന് പറയുന്ന ആ ഐ എന്ന് പറയുന്ന മറ്റു മനുഷ്യനില്ല, അനയല്ല അതിൻ്റെ അസലി. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്താ പറയല്? ഐ ഈ അയ്യല്ല, മറ്റേ കേട്ട ശബ്ദം രണ്ടെണ്ണുണ്ട്. കണ്ണ് എന്നുള്ള അയ്യുണ്ട്, അതൊരു SON എന്ന് എഴുതിയാൽ സൺ, SUN എന്താന്ന് രണ്ടല്ലേ? എന്നതുപോലെ ഈ ഐ വൈ എന്ന് പറഞ്ഞ കണ്ണ്, കണ്ണെല്ലാം പറയുന്നത് ഐ. അതെ, അതുമല്ല, ആയുമല്ല, അത് ആയാണ്. ഇപ്പം അത് വിൽമദ്യാന്ന്. ആ സാധനത്തിലേക്കല്ല എൻ്റെ നിലാഫത്ത. അത് പൊസസീവ് സ്റ്റേജ്. അതൊന്നും ഇവിടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റേജ് എത്രയാണ്? 3 ഉണ്ടാവും. ഒന്നെന്താന്ന് സബ്ജക്റ്റീവ്, മറ്റൊന്നോ ഓബ്ജക്റ്റീവ്, മൂന്നാമത്തേതോ പൊസസീവ്. ഞാൻ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റീവ് അല്ലേ? എന്നെ എന്ന് പറയുമ്പോൾ ഓബ്ജക്റ്റീവ്, മറ്റൊന്നോ എൻ്റെ എന്ന് പറയുമ്പോൾ പൊസസീവ്. പൊസസീവ് എന്ന് എനിക്ക് ചേർക്കപ്പെടുന്ന ഒരു അവകാശപ്പെട്ടൊരു സാധനമുണ്ട്, ഇഖ്തിസാസ്. അപ്പോൾ മനുഷ്യനെയൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്ന അത് കാത്, എൻ്റെ മൂക്ക്, എൻ്റെ പല്ല്, എൻ്റെ പണം, എൻ്റെ വാച്ച് എന്നൊക്കെ എൻ്റെ എന്ന് പറഞ്ഞിട്ട് വലിയൊരു മുതലാളിയിട്ടുണ്ടല്ലോ ഇവിടെ. ആ സാധനം എന്താണെന്ന് ചോദിക്കും. ഇതെന്താണ്? തടി. ആരെ? ഈ തടിയുടെ മാലിക്കായ എൻ്റെ എന്ന് അവകാശപ്പെടുത്താൻ ആയ അയ്യുണ്ടല്ലോ, അന. അതെന്താ സാധനം? അതാണ് റൂഹ് എന്ന് പറഞ്ഞത്. അല്ലഫൽ അലിബിന്റെ സറഹിലെ പറഞ്ഞത് ചോദിക്കാൻ അതാണ്. അപ്പോൾ ഒരാൾ കടോട്ട് ക്ലാസ്സിൽ എടുത്തിട്ട് നോക്കിയെന്നറിയോ, പേന ഉരി. ഇതെന്താന്ന്? ടോപ്പ് അല്ലേ? ഇതിൻ്റെ പെണ്ണിൻ്റെ ഇതെന്താണ്? ലിബ്. ഇതെല്ലാം ആക്കി പിടിച്ചിട്ട് എല്ലാം കഴിച്ചിട്ടിട്ട് പറഞ്ഞ് ആ പെണ്ണെടുത്തു. പെണ്ണിൻ്റെ ടോപ്പല്ലേ? പെണ്ണ് കാണുന്നില്ല, എൻ്റെ എന്നുകൊണ്ട് പെണ്ണ് കാണുന്നില്ലല്ലോ. പക്ഷെ അവിടെ എന്താ വ്യത്യാസം എന്നറിയോ? ഇവിടെ മംലൂക്കിനെ മാലിക്കിലേക്കുള്ള ഇലാഫത്താണ്. പെണ്ണിൻ്റെ അട കുല്ലിലേക്ക് ജുസീൻ്റെ ഇലാഫത്താണ്. അതാ വ്യത്യാസം. ഒരു കുല്ല് പോരാ, പൊരൻ്റെ ഓട്, പൊരൻ്റെ കൽക്കോല്, പൊരൻ്റെ കല്ല്, പൊരൻ്റെ ചുമല് പറയവിടെ. അപ്പൊ കുല്ലിലേക്ക് എന്താക്കി ജുസീൻ ഇലാഫത്താണ് അവിടെ നടന്നത്.
മാലിക് മംലൂക്കായ സാധനം മാലിക്കിലേക്ക് ഖിലാഫത്താണ് ഇവിടെ നടന്നത്. ഈ സംഗതി ഖിലാഫത്തിൽ വ്യത്യാസമുണ്ട്. എന്നത് 11 മുണ്ടത്തെ യാസുമാൽ പാലിക്കഴിപ്പോയി അയാൾ മിസാലാക്കിരി കൊണ്ടാന്ന് തെറ്റിപ്പോയി. കൊണ്ടില്ലേ? ഇനി വനഹനു ഇദാ അത്ലഖനാ ലഫ്ളൽ ഖൽബി ഫി ഹാദൽ കിതാബ്, ഈ കിതാബിൽ കൽബ് എന്ന ലഫ്ള് പ്രയോഗിച്ചാൽ ലം നഅനി ബിഹി ദാലിക, ഈ ഇറച്ചിയെ 4 അറയുള്ള ആ ഇറച്ചി ഉണ്ടല്ലോ അതല്ല ഉദ്ദേശിക്കുന്നത്. അന്നോട് ഫൈനഹു ഖിതാഅത്തുൽ അഹ്മിൻ ലാ ഖദ്റ ലഹു, അതിനൊരു പദവിയുമില്ല. അത് അംഗം പോലത്തെ അംഗം മിനൽ അംഗാത്തി, അംഗങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ഒരു അംഗം, അത് കവിത്വമൊന്നുമില്ല. വഹുവ മിൻ ആലമിൽ മുൽക്കി വശഹാദ, മുൽക്കും ഷഹാദത്തും ഒന്ന് തന്നെ. ഈ ഭൗതികം, അതായത് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇദ്റാക്ക് ചെയ്യാവുന്ന കാര്യത്തിന് എന്ത് വെക്കും? മുൽക്ക് മലക്കൂത്ത് അല്ല, മറ്റേ ഷഹാദത്ത്, മറ്റേന് മലക്കൂത്ത്. ഇതിനാണ് മലക്കൂത്ത് എന്ന് പറഞ്ഞ പ്രത്യേക ലോകമല്ല. ഇത് തുദ്രിക്കുൽ ബഹായിമു ബിഹാസത്തിൽ ബസർ, ഒരു മഹിമത്തുണ്ട് പറയുന്നത് അയാളെ കൽബൊന്ന് കാണിച്ചെന്ന് പറഞ്ഞാൽ അതിന് തുറന്നു കാണിച്ചു കൊടുക്കാം. ഇതാണ് ഇപ്പോൾ പിന്നെ അത് സമാവാത്തുള്ളതിലുള്ള മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ അത് ഗൈബിലേക്ക് പോയി. ഗൈബിലേക്ക് പോകുമ്പോൾ ആ ഗൈബിനെ പല സ്റ്റേജാക്കി അതിൻ്റെ വിദായത്ത്, അതിനെ തപസ്സത്ത്, അതിൻ്റെ നിഹായത്താക്കി. നിഹായത്തിന് എന്താ പറയും? ലാഹൂത്ത്. നിഹായത്തിന് അതിനറ്റുണ്ടാവില്ല. പിന്നെ ലാഹൂത്ത് നടുക്കുള്ളത് മുത്തവസ്സിത്തിന് ഗസാലി ഇമാമിൻ്റെ അഭിപ്രായത്തിൽ ഈ മലക്കുത്തുണ്ടാവും. മൊത്തത്തിൽ 3നും കൂടി മലക്കുത്തെന്ന് തോന്നുന്നു. മുൽക്കി വൽ മലക്കൂത്ത്, ഗൈബ് അല്ല ഷഹാദത്ത്, ഗൈബ്. ഗൈബിനെ 3ഉം കൂടി ഗൈബെന്ന് പറയും. അതിനെ വഴി വെക്കലില്ല. അപ്പം ഗൈബിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താക്കും? ജബറൂത്ത്, മലക്കൂത്ത്, ലാഹൂത്ത്, ഇങ്ങനെ 3 സ്റ്റേജ്. ഗസാലി ഇമാമിൻ്റെ മുഹത്തമതനുസരിച്ചിട്ട് ജബറൂത്ത് നടുവന്നു. ഇതിൻ്റെ ഇത് മുൽക്കാന്ന്. ഗൈബിലേക്ക് അടക്കുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടം, ആദ്യത്തെ പാലമാർ ഇംലായിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? അതിൻ്റെ ഒരു തറഫ് ഇപ്പുറത്തും മറ്റേ തറഫ് അപ്പുറത്തും. വളോട്ടണം പാലം കാണുന്നില്ല. ഒരു തറഫ് പാപ്പിൻശ്ശേരിയും മറ്റേ വളോട്ടണമല്ലേ. അതാണ് ജബറൂത്ത് മൂപ്പർ വ്യക്തമായിട്ട് പറഞ്ഞു. മറ്റു ചില ഇമാമിയങ്ങൾ മലക്കൂത്ത് കഴിഞ്ഞിട്ടാണ് ജബറൂത്ത് ഉള്ളത്. ജലാലി റാത്തി വായിച്ചൊക്കെ കാണാം. നഷ്ടായി തന്നെ പറഞ്ഞത് ഇമിലായി. ജബറൂത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൽക്കിൻ്റെയും മലക്കൂത്തിൻ്റെയും ഇടയിലുള്ള വാസിത്യാകുന്നു. അപ്പം അതിൻ്റെ ഒരു തറഫ് ഇങ്ങോട്ടുണ്ടാവും, മറ്റേ തറഫ് അപ്പുറത്തേക്കുണ്ടാവും. അപ്പം കടന്നു പോകുന്നോ എന്താക്കും? വൈബിലേക്ക് അടുത്തോണ്ടിരിക്കും. അപ്പം ഹാസ്റ്റത്തുൽ ബസർ കൊണ്ട് എന്താക്കും? ഒരു മൃഗത്തിനെ കാണിച്ചു കൊടുക്കുക, അതിന് വരെ കാണാം. ആദമിക്ക് പിന്നെ മനുഷ്യന്മാർ കാണുമെന്ന് പറയേണ്ടിയില്ലല്ലോ. ഇപ്പോൾ എവിടെ എത്തിയപ്പോൾ ചുരുക്കത്തിൽ ഹെസ്സിയായ കൽബിനെ പറ്റി അവർ ചർച്ച ചെയ്തു. അത് നമ്മൾ ചർച്ചയ്ക്കേ ഇല്ലെന്ന് അത് വിടും. വൽ മഅനത്താനി, രണ്ടാമത്തെ മഅന ഏതാണ്? ലത്തീഫത്തുൻ റബ്ബാനിയത്തുൻ റൂഹാനിയത്തുൻ. അപ്പം എന്തിൻ്റെ ഓപ്പോസിറ്റ്? റൂഹാനിയത്താണ് ജിസ്മാനിയത്ത് പോയി. റബ്ബാനിയത്ത് അതിൻ്റെ നിസ്ബ റബ്ബിലേക്കാണ്, ഈ ആലമിലേക്കല്ല. ലത്തീഫത്തുൻ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളുടെയും അഖിലിൻ്റെയും ഇദ്റാക്കിനെ തൊട്ട് പുറത്ത്. അപ്പം ഗൈബാണെന്നായി 3 വസ്ഫല്ലേ പറഞ്ഞേ. ലത്തീഫത്തുൻ റബ്ബാനിയത്തുൻ റൂഹാനിയത്തുൻ ലഹ. അപ്പം ആ കൽബുണ്ടല്ലോ അതിനുണ്ട് ബിഹാദൽ കൽബിൽ ജിസ്മാനി, ഈ ജിസ്മാനിയ കൽബുമായിട്ട് താല്ലുക്ക്, ഒരു താല്ലുക്കുണ്ട്. അപ്പോൾ ഇവിടെയുള്ള പീസിൻ്റെ സോക്കറ്റും കറണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞ മാതിരിയുള്ള അതാ ഇതിനെ കൂട്ടിക്കണക്കിയായിരുന്നു. ഇതിനോട് ആലമുൽ മുൽക്കിയായ ഈ മണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ട ശരീരത്തിനോട് മലക്കോത്തെ കൂട്ടിച്ചേർക്കുക. അതിൽ കൂടിയാണ് കണക്ഷൻ. അപ്പം ഒരേ പേരിൽ 2 സാധനമുണ്ട്. തിൽക്കൽ ലത്തീഫത്തു ഹിയ ഹഖീഖത്തുൽ ഇൻസാൻ, ആ ലത്തീഫത്താണ് ഇൻസാന്റെ ഹഖീഖത്ത്. വഹിയൽ മുദിരിക്കു അൽ ആലിമു അൽ ആരിഫു മിനൽ ഇൻസാൻ, ഇൻസാന്റെ പക്കൽ നിന്ന് ആരിഫാകുന്നതും
ഇൽമുണ്ടാകുന്നതും ഇദ്റാക്ക് ചെയ്യുന്നതെല്ലാം അത് ഇൽമിൻ്റെ ഓരോ തർത്തീബാണല്ലേ. ഇദ്റാക്ക് ആദ്യം നടക്കും, പിന്നീട് ഇൽമ് വരും, പിന്നീട് മാരിഫത്ത് വരും. അങ്ങനെ തുടക്കം മുദ്രിക്കൂ, പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റേജ് ഏതാ? ഇൽമ്. അതിനപ്പുറം ആരിക്കും മിനൽ ഇൻസാൻ വഹുവൽ മുഖാതബു വൽ മുആഖബു. അപ്പൊ നേരത്തെ വന്ന കൽബത പാഠത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, മുആതബു മുഖാതബു മുആതബു മുതാലബു എല്ലാം. വലഹു അലാഖത്തും മഅൽ ഖൽബിൽ ജിസ്മാനി. അതിൻ്റെ ഇപ്പം പറഞ്ഞില്ലേ, ജിസ്മാനിയായ കൽബുമായി അതിൻ്റെ ഒരു അലാഖത്തുണ്ട്. ആ അലാഖത്ത് ഏതാണ്ട് ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ്? വഖത്ത് തഹയ്യറത്ത് ഉഖൂലു അക്സറിൽ ഖൽഖി ഫീ ഇദ്റാകി വജ്ഹി അലാഖത്തിഹി. അതിൻ്റെ അലാഖത്തിൻ്റെ വജ്ഹ് കണ്ടുപിടിക്കുന്ന വിഷയത്തിൽ ഭൂരിപക്ഷം ആളുകൾ അഖിലും ഇവിടെ ബേജാറിൽ കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഫഇന്ന തഅല്ലുഖഹു ബിഹി യുളാഹി തഅല്ലുഖൽ അഅറാദി ബിൽ അജ്സാം. അവിടെ ഒരു ഖിലാഫത, അഅറാദും അജ്സാമും തമ്മിലുള്ള തഅല്ലുഖില്ലേ. അപ്പം എന്താ പറയുക, പാല് ഒരു ജിസ്മാണ്, ദ്രാവക രൂപത്തിലുള്ള ജിസ്മ്. കളർ എന്താണ്? വെള്ളയില്ലേ. ആ വെള്ളിയാണ് ഇത് അഅറാദ്. ഈ വെള്ളയും പാലും തമ്മിലുള്ള ബന്ധം എന്താന്ന് വെച്ചാൽ അതിൻ്റെ അലാഖത്ത് എന്താണ്? അതാണോ? അത് അയാൾക്ക് പഞ്ചസാരയും മധുരവും തമ്മിൽ, പഞ്ചസാര എന്നുള്ള എന്താണ്? ജിസ്മാണ്. അതിലുള്ള അറന്നാണ് ഇത് മധുരം. കാഞ്ഞിരം എടുത്ത് നോക്കിയാൽ കയ്പ്പ്, അത് ഒറ്റന്നേ എണ്ണീട്ടുള്ളൂ. അയറാന്ന് എത്ര ഉണ്ട്? 9 ഇല്ലേ. അതിനുണ്ട് മത്തമുണ്ട്, കയ്പുണ്ട്, ഫീലുണ്ട്, ഇൻഫാലുണ്ട്, മിൽക്കുണ്ട്, ഇലാഫത്തുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് 9 ഉണ്ട്. അതിന് 10 ആയിക്കൂടെ എന്ന് വെച്ചാലും പറയാൻ തിൽക്കാശ്രത്തും കാമ്യരായിപ്പോയി എണ്ണയുണ്ടില്ല. പുതിയ കണ്ടുപിടിച്ചാൽ കിട്ടാവുന്നതാണെന്ന് പറയാം. ആണല്ലോ മക്കുലാത്തുൽ അഷർ, അതോടെ ജഹറും 50 അറുതും കണ്ടുപിടിച്ച് നോക്കുമ്പോൾ കൈനാക്കൾ ഉണ്ടാവുമെന്ന് പറയുന്നു. നമ്മെന്താക്കി കണ്ടുപിടിക്കാൻ നടന്നില്ല, പണ്ടേ നമ്മളെ തക്ലീദും ചെയ്തു. അപ്പോൾ ഈ ജൗഹറും അതിൻ്റെ അറുതും തമ്മിലുള്ള ബന്ധമാണോ? ഏത് ജൗഹർ ഏതായിരിക്കും? ജിസ്മു ഇൻസാനി എല്ലാം ലഹമി, അതിലേക്ക് മാനവീയത്തിൻ്റെ താല്ലുക്ക് അതാണോ? എല്ലാം വൽ ഔസാഫി ബിൽ മൗസൂഫാത്ത്, ഔസാഫും മൗസൂഫാത്തും തമ്മിലുള്ള ബന്ധമാണോ? ഈ മൗസൂഫ് ഏതായിരിക്കും? ലഹമി. ഔ തഅല്ലുഖുൽ മുസ്തഅമിലി ലിൽ ആലത്തി ബിൽ ആലത്തി, ആലത്ത് ഉപയോഗിക്കുന്ന ഒരാൾ ആലത്തുമായുള്ള ബന്ധമാണോ? അത് ആശയത്തെ കയറി മുളിയും മുട്ടിയും പിടിച്ചിട്ട് കിട്ടുന്ന ഉപയോഗമാണല്ലേ. അപ്പം ലില്ലാലത്തി ബില്ലാലത്തി എന്ന് പറഞ്ഞാൽ ആവർത്തനല്ലേ. അത് ഫീഹി ഫീഹി ഒരു ഫീഹി അധികം എന്ന് പറഞ്ഞിട്ട് ഒരാൾ തടത്തിന് മുസാഫില്ല. ലാ തക്കവും ഫീഹി അബദ്ധം എന്ന് പറഞ്ഞിട്ട് ആയിട്ടില്ലേ, ഒന്നധികം. അങ്ങനെ ലഹുൽ മുൽക്കും ലാ ശരീക്ക് ലഹു, ലഹുൽ മുൽക്ക് 2 ലഹു ഉണ്ട്. അപ്പൊ മുസ്തഅമിലിന്റെ മുതഅല്ലിഖാണ് ലിൽ ആലത്ത്, ആലത്തിന് ഉപയോഗിക്കുന്നവർ. എന്തുമായുള്ള ബന്ധം? ലിൽ ആലത്തി. അപ്പൊ ലിൽ ആലത്തിന്റെ ലാമ് മുസ്തഅമിലിലേക്ക് ബന്ധം കൊടുക്കുക, പിന്നെ ബിൽ ആലത്തിന്റെ ബാന്റെ താല്ലുക്കിലേക്കും കൊടുക്കുക. അപ്പൊ ആലത്ത് ഉപയോഗിക്കുന്ന ആൾ ആലത്തുമായുള്ള ബന്ധമാണോ? ഔ താല്ലുഖിൽ മുതമക്കിനി ബിൽ മക്കാൻ, ഒരു സീറ്റിലിരിക്കുന്ന ഒരാൾ അതിൻ്റെ മക്കാനുമായുള്ള ബന്ധമാണോ? നമ്മി കസലിരുന്ന പോലത്തെ ബന്ധമാണോ? ഈ ഹിസ്സും മാനവിയും തമ്മിലുള്ള ബന്ധം, അഥവാ മുൽക്കും മലക്കുതും തമ്മിലുള്ള ബന്ധം. അങ്ങനെ പല ഭാഗത്തും പറയാം, മുൽക്കിയും മലക്കൂത്തിയും തമ്മിലുള്ള ബന്ധം. അത് വ്യാഖ്യാനിച്ച മിമ്മാനത്തബക്കാഹു, അത് നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണ്, പറയൂല എന്നാ പറയും. എന്താ അലിമായന? 2 കാരണങ്ങളുണ്ട് പറയാതിരിക്കാൻ. അഹദുഹുമ, ഒന്നിൽപ്പെട്ടൊന്നു അന്നഹു മുതഅല്ലിഖും ബി ഉലൂമിൽ മുകാശഫ, ഉലൂമുൽ മുകാശഫയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതെന്താ? കിതാബിൽ ഇൽമിൽ പണ്ട് ഉലൂമുൽ മുകാശഫ ഉണ്ട്, ഉലൂമുൽ മുആമലയുണ്ട്. കിതാബ് ഉണ്ടാക്കുന്നതിനാ? ഉലൂമുൽ മുആമലക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അമൽ ചെയ്യാനുണ്ടാവും. മുകാശഫ എന്ന് അറിഞ്ഞു വെക്കല് മാത്രം. അതുകൊണ്ട് ഈ തല്ലി കുടിച്ചുകൊണ്ട് നമുക്കെന്താ അമലുണ്ടാവില്ല. അപ്പൊ അഖീദിന്റെ കുറേ കാര്യങ്ങൾ എന്തായിരിക്കും? മുകാശഫായിരിക്കും. അപ്പൊ ഉലൂമുൽ മുകാശഫ പെട്ടെന്താക്കൂല, മുആമലി പറയാൻ പറ്റൂല, പാഠം മാറിലേക്ക് പോകുമല്ലോ. വലൈസ ഖറദുനാ ഫീ ഹാദൽ കിതാബി ഇല്ലാ ഉലൂമുൽ മുആമല, ഈ കിതാബിലൂടെ നമ്മളെ ഉദ്ദേശം ഉലൂമുൽ മുആമല മാത്രമേ ഉള്ളൂ. അപ്പം പാഠം മാറിപ്പോയി. അപ്പം താരീഖിൻ്റെ വിഷയം എടുക്കുമ്പോൾ അഖീദ പറഞ്ഞാൽ പറ്റൂല. അഖീദൻ്റെ വിഷയത്തിൽ താരീഖ്
അതെങ്കിലും വ്യക്തമായിട്ട് വരാമെന്നല്ലാതെ എല്ലാം മുഖ്യ വിഷയം മാറിപ്പോകും. അതാണ് ഒരു കാരണം, കിതാബിൻ്റെ പാഠ്യ വിഷയം മാറിപ്പോകും. അവസാനം രണ്ടാമത്തെ കാരണം ഇതിൻ്റെ മായനയനി എന്ന് പറഞ്ഞതിൻ്റെ രണ്ട് കാരണത്തിൽ അന്ന തഹഖീഖഹു, അത് തഹഖീഖാക്കുമ്പോഴേക്ക് യസ്തദി ഇഫ്സാ സിർരി റൂഹി, റൂഹിൻ്റെ സിർറ് പുറത്തു പറയേണ്ടി വരും. റൂഹിൻ്റെ സിർറ് പറഞ്ഞാൽ വദാലിക മിമ്മാ ലം യതകല്ലം ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സംസാരിക്കാത്ത വിഷയമായി പോയി ആണല്ലേ. നല്ലൊരു പാട്ടില്ലേ, ഫനംസികുൽ മാ ഖാല അൻഹു അദബ. റൂഹിനെ പറ്റി പറഞ്ഞത് എന്തിനാ പറഞ്ഞത്? തുമ്പതില്ല. മുസ്തഫ ഫനംസികുൽ മാ ഖാല അൻഹു അദബ, തങ്ങൾ ചർച്ച ചെയ്യാത്തൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ട അദബിന് വേണ്ടി നിർത്തിവെക്കുന്നു എന്നാണ്. അപ്പോൾ അഥവാ എന്ന് പറഞ്ഞാൽ ആ ജഹില എന്നല്ല പറഞ്ഞെന്നാണ് ഷാരിഹ പറയുന്നതാണ്. അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടല്ല. മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹിൻ്റെ അസ്റാർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഫനംസിക്കുൽ മഖാല അൻഹു എന്ത് ഇങ്ങനെ പിടിക്കുന്നത് അദബായിട്ട്, അല്ലാണ്ട് അറിയാത്തത് കൊണ്ട് പറയുന്ന മുണ്ടെടുക്കുന്നതല്ല, അദബിന് വേണ്ടി പറയാതിരിക്കുന്നതാണ്. ഒരങ്കി പറ്റാണ്ട. അതാണ് മൂപ്പറും പറഞ്ഞത്, വദാലിക മിമ്മാ ലം യതകല്ലം ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലൈസ ലിഗൈരിഹി അൻ യതകല്ലമ ഫീഹി, മറ്റുള്ള ആളുകൾക്ക് ഒട്ടും പറയാൻ അധികാരമില്ല എന്നാണ്. അല്ല നമുക്കന്ന് മശായില ചോദിച്ചേ, യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി എന്ന് പറഞ്ഞു. ഇതിൽ റൂഹിനെ തിരിയില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. നമ്മൾ തിരിയുന്നതാണ്. എങ്ങനെ തിരിയുന്നു? അതായത് നമ്മൾ മിക്കവാറും ചോദ്യങ്ങൾ അതിലുണ്ടാകില്ലേ. ആലമുൽ ഖൽക്കിൽപ്പെട്ട സാധനങ്ങളിലാണ് ചോദ്യോത്തരത്തിലൊക്കെ വരിക അല്ലേ. ആലമുൽ അമ്രിൽപ്പെട്ട സാധനമാണ് ഇത്, അവിടെ പരിധിക്ക് ഇവിടെ ചോദിക്കണ്ടാവും. അപ്പോൾ ആലമുൽ അമ്രിൽ പരിധി അതിൻ്റെ സംഗതിയൊക്കെ കുറേ തിരിയുന്ന പറഞ്ഞു. ഗ്രൂപ്പറോട് ചോദിച്ചു, നീയൊക്കെ എങ്ങനെ തിരിഞ്ഞത്? നിങ്ങളുടെ ഇജ്തിഹാദാണോ അല്ല പറഞ്ഞ കിതാബിൽ കണ്ടതാണോ ആരെങ്കിലും പറഞ്ഞു തന്നതാണോ? അന്ന് നിങ്ങൾ ഉണ്ടിപ്പോൾ സ്ഥലമല്ല ജാബിരാട്ടുണ്ടേ. ഞാൻ നിങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഹദ്റത്തിൽ ഇരുന്നുകൊണ്ടിരുന്നു. എന്താ പറയാ, ഒലിർ റൂഹു മിൻ അംരി റബ്ബി എന്ന് പറഞ്ഞാൽ തിരിയൂല എന്നല്ല അതിനെ വാക്കാണ്. അതേപോലെ എന്തുണ്ട്, ആട് പൈസപ്പേറ്റ് കൂടെ കോഴി മുട്ട ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? അത് അപ്പുറം ചോദിക്കേണ്ട വിഷയം എന്നല്ലോ. ഇവിടെ ഉണ്ടെന്ന് ഇവിടെ കിട്ടൂല എന്നല്ലല്ലോ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഇലക്ട്രോണിക് കടയിൽ പോയി ചോദിക്കുക കോഴി മുട്ട ഉണ്ടെന്ന്, അത് അപ്പുറത്തെ കൂടെ ചോദിച്ചോ. ഒലിർ റൂഹു മിൻ അംരി റബ്ബി, റബ്ബിൻ്റെ ആലമുൽ അംരി പോയി പരത്തുന്നല്ലേ പറയുന്നു. അപ്പോൾ ഉത്തരം ഉണ്ടെന്നല്ലേ. ആലമുൽ ഖൽഖ് ആലമുൽ അംർ രണ്ടുണ്ട്. അതെ, ആലമുൽ അംറിൽ പരതുക, അതിന് യോഗ്യത കരസ്ഥമാക്കിയിട്ട് പരതണം. അവിടെ കിട്ടും, അവിടെ കിട്ടും. ആലമുൽ അംറിൽ കിട്ടും. അതെ, അല്ല അസാൻ ഇമാമിന് അറിയില്ല എന്ന് പറയുന്നില്ല. ഇത് നമ്മൾ ഒന്ന് കിതാബിൻ്റെ പാഠ്യവിഷയം മാറിപ്പോകും, മറ്റൊന്നോ അദബ്. ഫനംസികുൽ മാ ഖാല അൻഹു അദബാൻ വറൂഹു മാ അഖബറ അൻഹുൽ മുജ്തബാ എന്നാണ്. وفي امتناعه صلى الله عليه وسلم عن الكلام في الروح انظر أمارف المعارف 2771. ومن جملة كلام الإمام السهروردي فيه وحيث أمسك رسول الله صلى الله عليه وسلم عن الإخبار عن الروح وماهيته بإذن الله تعالى ووحيه وهو صلوات الله وسلامه عاذر لما ينبوع الحكمة فكيف يسوغ لغيره القول فيه والإشارة إليه. എല്ലാ ഇൽമിൻ്റെയും മഅദിനും ഹിക്മത്തിൻ്റെ കേന്ദ്രവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ സംസാരിച്ചിട്ടില്ല എന്നോട് തങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല. സദസ്യർക്ക് തിരിയണ്ടേ, അല്ലെങ്കിൽ പിന്നെ സംസാരത്തിന് എന്താ അർത്ഥമുള്ളത്? ആളെ ബുദ്ധിക്കനുസരിച്ചല്ലേ സംസാരിക്കില്ലേ. കലിമിന്നാസ അപ്പം അലിപ്പുളാസ് ഇന്ന് കൊണ്ടുവന്ന് ചേർത്ത് നിങ്ങൾ ആ സാലി കൊണ്ടു നീ സെഫത്ത് മഹത്താ ചോദനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തിരിയോ?
കൊല വയ്ക്കും. ബുദ്ധിക്കനുസരിച്ച് അവിടെ പോണ്ട്. വയസ്സ് കൂടി എന്ന് പറഞ്ഞുകൊണ്ടും കാര്യമില്ല, ഡിഗ്രി കൂടി എന്ന് പറഞ്ഞ കാര്യം ബുദ്ധിയാണ് ഇതിറാക്കേണ്ടത്. ബുദ്ധിൻ്റെ ഇതിറാക്കിന് അപ്പുറം പറഞ്ഞ അമ്മ ഇതിനക്കല്ലേ ഓതിയ മിൻഹാജിലി പഠിപ്പിക്കുന്നതിൻ്റെ ആദാബ് എന്ന് പറഞ്ഞിട്ട് ഓതിയിട്ടുണ്ട്. ഇനി വൽ മഖ്സൂദ് ചുരുക്കത്തിൽ പറയാ അന്ന ഇദാ അത്ലഖന ലഫ്ദൽ ഖൽബി ഫീ ഹാദൽ കിതാബ്, ഈ കിതാബിൽ കൽബ് 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 എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അറദിനാ ബിഹി ഹാദിഹിൽ ലത്തീഫ, ഈ രണ്ടാമത്തെ മാന ഉദ്ദേശിച്ചോളാം. രണ്ട് മാനയുണ്ട്, ഒന്ന് ജിസ്മാനിയായ മാനയാണ്, ഒന്ന് റുഹാനിയായ മാനയാണ്. അതായിരിക്കും ഉദ്ദേശം. അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾ പറയില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നു പറയുന്നുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം പറയുന്നല്ല ജമീഉൽ വുജൂഹിൽ കൂടി പറയലല്ല. ബഹറുന ദിക്റു ഔസാഫിഹ വ അഹ്വാലിഹ എന്ന് മാത്രം. അതിൻ്റെ ഔസാഫും അഹ്വാലയെ പറയുള്ളൂ, അതിൻ്റെ മാഹിയത്ത് പറയൂല. ലാ ദിക്റു ഹഖീഖത്തിഹ ഫീ ദാത്തിഹ, അല്ല ഫീ ദാത്തിൽ അതിൻ്റെ ഹഖീഖത്ത് എന്താണെന്ന് അതുകൊണ്ടില്ല, അതിനുണ്ടാകുന്ന അഹ്വാലുകൾ അത് നാക്കി തിരിയും ചെയ്യില്ല. അതിനെ തിരിഞ്ഞാക്കാൻ തന്നെ ഇബാറത്തിടാൻ കഴിയണ്ടേ? ചിലതിന് ഇബാറത്തിടാൻ കഴിയില്ലല്ലോ. ചില രുചികൾ, മണം, നമ്മളിവിടെ വരുമ്പോൾ നല്ലൊരു മണം ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ മാംനക്കഹെന്ന് വെച്ചേ ഇത്ര മണമുള്ള വാക്കിയായിരുന്നു. ആ മണം എന്ന് പറഞ്ഞെന്നിട്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മണത്തെ അത് ആസ്വദിച്ച് കഴിഞ്ഞു. ഇന്നലെ ഒരു ചാറ് കുട്ടീനെ എന്താ അതിൻ്റെ ടേസ്റ്റ്, ആ ടേസ്റ്റ് എന്ന് പറഞ്ഞെന്നിട്ട് അവൻ്റെ അമ്മ ആസ്വദിച്ച സാധനം എന്താക്കാൻ കഴിയില്ല, മാർത്തിടാൻ കഴിയുന്നില്ല. വഇൽമുൽ മുആമലത്തി യഫ്തഖിറു ഇലാ മഅരിഫത്തി സിഫാത്തിഹ വഅഹ്വാലിഹ, ഇൽമുൽ മുആമലയിലെ നമ്മുടെ കിതാബിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അതിൻ്റെ സിഫാത്തും അഹ്വാലും അറിയിലേക്ക് ആവശ്യമാകും. വലാ യഫ്തഖിറു ഇലാ ദിക്രി ഹഖീഖത്തി, ഹഖീഖത്ത് അറിയില്ല ആവശ്യമില്ല. അപ്പം ആവശ്യമില്ലാത്ത ഒഴിവാക്കും, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കും. നിങ്ങൾ കൊറ്റടന്ന് കിട്ടുന്നു അല്ലേ? ഒന്നില്ലേ? അതെ അതെ. അല്ല, ചിലത് മഹസൂസായ സാധനം ഇബാർത്തിടാൻ കഴിയൂല. അവരെ അവസ്ഥ ഉണ്ടാ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് മുപ്പത് ആഴത്തിലുള്ള മറ്റുള്ള കിതാബ് ഇതിനേക്കാൾ ആഴമുള്ള കിതാബുണ്ടല്ലോ പറയാം. ഇനി മറ്റേ അതിലുണ്ടല്ലോ കുറേ ഭാഗം കിതാബിൽ ഫുത്തോഷൻ ഇത് അല്ല, എൻ്റെ ഖവാസിൻ്റെ ആളുകൾക്ക് മറച്ചു വെക്കാതിരിക്കാൻ പറഞ്ഞു. അപ്പം എന്താ പറയുന്നത്, പൊതുവേദികളിൽ പൊതുജനങ്ങളോട് അക്കല് പറഞ്ഞവരോട് സംസാരിക്കില്ല എന്ന് കഴിഞ്ഞാൽ കവിയിലൂടെ തന്നിരുന്നു. അതെ, അപ്പം ഇത് ഒന്നിൽ കൂട്ടാത്ത കാലത്തോളം 3 ഉണ്ടാവുള്ളൂ. പൊട്ടിയതും അടഞ്ഞു കിടക്കുന്നതും പോകുന്നത് അത് 3. അതിനെ പിടിച്ചിട്ട് അപ്പൊ ടോട്ടൽ എല്ലാം കൂടെ കൂട്ടിയാച്ചായില്ലേ? കുറുബ്, ആയത്തിൽ കുറുബ്, അതിന് പറയാൻ പറ്റാവുന്ന പരമാവധി ഇബാറത്താന്നുള്ളു. നമ്മ ഇന്നാള് ഉച്ച ചോദിക്കുമ്പോൾ വന്യജമീൻ്റെ അർത്ഥം വെച്ചിട്ടുണ്ടായിരുന്നു. പക്കാന കാമ്പൊക്കെ ഹുസൈനാവില്ല എന്ന് പറഞ്ഞ ഇപ്പൊ എനിക്ക് ഇപ്പൊ സ്വന്തം പറയാനും കഴിയില്ല. റോയ്യത്തല്ലേ മയത്തമതാക്കിനി. റോയ്യത്ത് അത് പറഞ്ഞുതരാൻ കഴിയൂല. രണ്ടാൾക്കും ഹാല് വ്യത്യാസമുണ്ട്. പക്ഷെ മുഖാത്തബാല എന്താണല്ലോ തന്നെയില്ലേ അതില് പറഞ്ഞു. അപ്പൊ ഇവിടെ കടലിന്റെ അടിയിലാവുക എന്നുള്ളത് മുഴുവനെ സൂചിപ്പിക്കുന്ന ലാഹിറിലുണ്ടെങ്കിലും മുഖാത്തബ എന്താ തന്നെ. അതെ അതെ അല്ല, ജിസ്മാനി അടുപ്പില്ലല്ല. അവൻ ജിസ്മ കൊണ്ട് എല്ലാം അടുപ്പല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. അല്ല, ഇസ്രാ മേറാജ് തങ്ങളുടെ സ്ഥാനം ഉയർത്തി കാണിക്കാൻ വേണ്ടങ്ങളുടെ കൂട്ടിക്കൊണ്ടുപോയി. ഈ കൊടുക്കുന്നെല്ലാം ഭൂമിയിൽ വെച്ച് കൊടുത്താലും തങ്ങൾ കിട്ടുമല്ലോ. അന്യായ തിരസ്കാര സമ്മാനം കൊടുക്കണം. പിന്നെ ഒരിക്കലും ഇല്ലാത്ത പ്രത്യേകമായ ഒരു വഹയ്യൻ്റെ സന്ദേശം കൊടുക്കണം. ഹിജാബില്ലാത്ത, വാസിത്തയില്ലാത്തല്ലേ വഹയ്യ്.
ഇത്ര ജിസ്മുണ്ടായത് കൊണ്ട് മറ്റു വശം ഉണ്ടായിരുന്നല്ലോ. അതായത് ജിസ്മാനി അല്ലാത്ത സാധനം മനുഷ്യൻ്റെ ഉള്ളിലടെ കിടക്കുന്നില്ലേ. അതിലിപ്പം പറഞ്ഞത് മലക്കൂത്തിലേക്ക് ചേർക്കപ്പെട്ട അവാച്യമായ റൂഹ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതുമായിട്ടല്ലേ താലൂക്ക്. ഇസ്രാ മേറാജിന്റെ മുമ്പുണ്ടാവില്ല, അന്ന് കിട്ടിയത് അതിന് മുമ്പില്ലല്ലോ. അതെ, അത് പടപ്പുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ള തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതിലുണ്ട് അറ്റമില്ലാത്ത സിയാദത്തിലേക്ക് ഏറിപ്പോകുന്നു. അങ്ങനെയുള്ള മക്കാമാത്തുൽ ഖുർബിനെ അറ്റം നിശ്ചയിക്കാൻ സാധിക്കില്ല. എന്താണ് ഒരൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ എന്ന് പറഞ്ഞതുകൊണ്ട് പറയുന്നതല്ലേ. ഓരോ ലഹദ കഴിയുമ്പോൾ ഓരോ ലഹദ ഇതിൻ്റെ ഹയ്യത്തിൻ്റെ വലുത് ഓരോ ലഹദയിലും തങ്ങൾ അനവധി മക്കാമാത്ത് വിട്ടുകിടക്കുകയാണ്. ഒരൽ ആഖിറത്തു എന്ന് പറഞ്ഞാൽ ദുന്യാവിനാക്കാണ് ആഖിറ മുക്കാബിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ലഹല ആഖിറത്ത് എന്നുള്ള മുഅന്നസിന്റെ മുസ്പല്ലിപ്പോൾ ലഹലത്തുൽ ഊല ലഹലത്തുൽ ആഖിറ. അപ്പോൾ ശേഷം വരുന്ന ഓരോ ലഹലകളും മുൻകഴിഞ്ഞ ഓരോ ലഹലനാക്കാണ് ഖൈറ എന്ന് പറയുമ്പോൾ ഓരോ ലഹലയിൽ ഇങ്ങനെ പടി കയറിക്കൊണ്ടിരിക്കും. അത് യാതൊരു അറ്റത്തിലേക്ക് എത്തിക്കാനില്ല. അല്ല ആടാ എന്താണ് ഹംസിയന്റെ വലിയ ശരഹ വെക്കുക. അതിൽ മുസ്ലിങ്ങൾ പറഞ്ഞില്ലേ തത്തമാഹാബിക്കൽ ഉസൂറു എന്ന് പറഞ്ഞിട്ട് കാലങ്ങൾ തമ്മിൽ മത്സരിക്കുകയാണ്. അപ്പോൾ 1-ാം നൂറ്റാണ്ട് പറയും ഞാൻ നബിനെക്കുള്ള അടുത്താന്ന്. അതുകൊണ്ട് തങ്ങൾ മായസറത്തുകൊണ്ട് അവസാനത്തെ കാലം പറയും അതല്ല നീ കണ്ട നബിനെ അല്ല ഞാൻ കാണുന്നു, അതിനാക്കണ എത്രയോ അർത്ഥം ഉയർന്ന നബിനെ ഞാൻ കാണുന്നു. അല്ല തങ്ങൾ മലായികത്തിന്റെ ഇടയിൽ വരവേൽപ്പ് നൽകണ്ടേ, അത് കട്ടിക്കണ്ടാവില്ലല്ലോ. അല്ല അല്ല ഒരു പരിധിവരെ അറിയുന്നുണ്ടല്ലോ. മൻഅറഫ നഫ്സഹു എന്ന് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം നോക്കിയാൽ നഫ്സിൻ്റെ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അറിയാൻ ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ ഖിയാസ് ഇൽമിൻ ഇഹാത്ത. അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു വേദന തട്ടിയാൽ ശരീരം മുഴുവൻ അറിഞ്ഞില്ലേ അവിടെ എന്തോ നടന്നിട്ടുണ്ട്. അത് കിട്ടൂല. അതുപോലെ തന്നെയാണ് റൂഹിന്റെ ഹയ്യായ ഹഖീഖത്തും കിട്ടൂല. പക്ഷെ അതിന്റെ പ്രവർത്തന മേഖല അള്ളാൻ അറിയുന്നില്ലേ. ആരിഫും ബില്ലാഹി എന്നല്ലേ പറയുന്നു. ഇപ്പൊ അറിയാത്തൊക്കെ പിന്നെ ജാഹിലുമില്ല എന്നല്ലേ വേണ്ടി. പക്ഷെ അറിയൂല എന്ന് പറഞ്ഞത് ബിൽ കുൻഹ്. അത് ഇതിലും പറയുന്നുണ്ട്. മാരിഫത്തുല്ലാഹി അലദുൽ ലസാത്ത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. മാരിഫത്തിന് പല സ്റ്റേജ് ഉണ്ട്. ഒന്ന് അതുകൊണ്ട് മുക്കല്ലഫും ബിഹിയും അല്ല, ആർക്കും സാധിക്കൂല. അള്ളാഹ്ക്കേ തിരിയുള്ളൂ. അത് നബിമാർക്ക് പോലും കിട്ടൂല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. മറ്റൊന്ന് പടപ്പുകൾക്ക് അറിയാവുന്നൊരു മേഖല, അതിലേറ്റവും വലിയ അറബുൽ അലാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ദർജക്കനുസരിച്ച് അമ്പിയാക്കള് ഔലിയാക്കള് സാലിഹ്യങ്ങൾ അങ്ങനെ ഉണ്ട്. പിന്നെ ചെറിയൊരു പടി ഉണ്ടാവും, പൊതുജനം അറിയണം. മാരിഫത്തുല്ലാഹി എന്ന് നിന്റെ റബ്ബാനും ചോദിച്ചെന്നും പറഞ്ഞു കൊടുക്കണ്ടേ. അവൻ ഇന്ന സിഫാത്ത് ഉടയനാണ്, എനിക്ക് ചോറ് തരുന്നവനാണ്, എനിക്ക് കണ്ടു തന്നവനാണ്, അഫ്ആലുകൾ ഉപയോഗിച്ചിട്ട് പറയും. നമുക്ക് വേണ്ടത് കുൻഹുകൊണ്ടുള്ള അറിയില്ല, തനിമ. അറിയില്ല എന്തെല്ലാം ഉണ്ടല്ലേ. ഇപ്പം ബിൽകുൻഹുണ്ട്, ബികുൻഹി ഉണ്ട്, ബിൽവജുണ്ട്, ബിവജഹി. അതായത് മുലാസിന്റെ തുടക്കത്തിലിട്ടുണ്ടല്ലോ. അല്ലേ മുല്ലാസിലെ ഉമ്മണി വലിയ പോലെ മൊല്ലാറായില്ലേ. ഇവിടെ അതൊന്നുമില്ല. എന്നിട്ട് അവസാനം ചൊക്കെ മഷൂറാക്കി റിസ്കാലാക്കി ഇട്ടിട്ട് വന്ന് പട്ടിക്കാട്ട് നല്ല ഓതിക്കൊടുത്ത കിതാബൊന്നല്ലോ. അല്ല പട്ടിക്കാട് വൃത്തിയിൽ ഓതിക്കൊടുത്ത കിതാബാന്ന്. കാളി ഹംദുല്ല മുല്ല ഹസിനി കൊടുങ്ങുമ്പോൾ എൻ്റെ അടുത്ത് എത്തുക. ജമുൽ മുഖദ്ദിമ വാലഹോ മാലമോ ഷാലഹോ ലായിഹോ ലാ തുസബ്ബറു തുടങ്ങുന്നു.
എന്നുള്ള എല്ലാ നേതാക്കളും ഉൾപ്പെടെ വരും അഭയം പ്രാപിക്കാൻ ലാസ്റ്റ് ഇത് മുജാഹിദ് ഷഫായത്തിനുമായി പോലെ ഇവിടെയുള്ള മുജാഹിദ് മഹസറിൽ പോയ ഷഫായത്തിന് വേണ്ടി പോയി നോക്കാൻ മതിയല്ല. അത് നേരം കൂട്ടാന്ന് വെച്ചാൽ നിർത്തിവെച്ചാണ് അയ്യപ്പോൾ തേങ്ങൾപ്പ് മാത്രം വെച്ചാൽ അത്ര വൃത്തിയിലെ ഒതുക്കി കൊടുക്കുന്നത് സ്പെഷ്യലിസ്റ്റാണ്. പട്ടിക്കാണ്ട് ക്ലാസ് കിട്ടിയപ്പോൾ ഇതാണ് അക്കിടി 10 വെച്ചു.